നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് വാല്യുവേഷൻ അതേപോലെ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, OTQ ക്വസ്റ്റ്യൻസ് ഒരു 3 OTQ ക്വസ്റ്റ്യൻസ് ഓഫ് ബിസിനസ് വാല്യുവേഷൻ അതേപോലെ റിസ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു OTQ ചെയ്യാം. ഓക്കെ ഫൈൻ. അങ്ങനെ മൊത്തം ടോട്ടൽ 4 OTQs ചെയ്തിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം അടിപൊളിയല്ലേ, ഉഷാറല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്. സോ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം ബിസിനസ് വാല്യുവേഷന്റെ ഒരു കേസ് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ക്ലിയർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. 1-2 അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമേ മാറ്റുള്ളൂ. സെയിം സംഭവങ്ങളാണ് ബാക്കി പറയുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതിന്റെ പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളത്. ഓക്കെ, യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൂവിങ് ഓൺ ടു റിംഗ് കമ്പനി എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓൾ ഗുഡ്. എന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലെ, ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ്, കണ്ടിന്യൂ ചെയ്യാം. So, Ring Company has in issue ordinary shares with a nominal value of 0.25 per share. These shares are traded on an efficient capital market. Okay, it is now 2016 and the company has just paid a dividend of 0.450. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ഡിവിഡൻഡ് ഏതാണ്? 0.450 ആണ്. റീസെന്റ് ഡിവിഡൻസ് ഓഫ് ദ കമ്പനി ആർ ആസ് ഫോളോസ്. കമ്പനിയുടെ റീസെന്റ് ഡിവിഡൻഡിന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 2016, 15, 14, 13, 12 കാര്യം പറയുന്നുണ്ട്. ഓക്കെ, റിംഗ് കമ്പനി ഹാസ് in issue loan notes which are redeemable in 7 years time at their nominal value of 100 per loan note which pay interest of 6% per year. ലോൺ നോട്ട്സിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ദ ഫിനാൻസ് ഡയറക്ടർ ഓഫ് റിംഗ് കമ്പനി വിഷസ് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് കമ്പനി. റിംഗ് കമ്പനി ഹാസ് എ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി 10% per year and a before tax cost of debt 4% per year. Okay, the company pays corporation tax of 25% per year. ഓക്കെ, ഇത്രയും ഡാറ്റയാണ് നമുക്ക്. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. എന്താണ്? റിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഉണ്ടാകും, അവർക്ക് ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് ഉണ്ട്, 2 രീതിയിലുണ്ട്. ആൻഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡീമബിൾ ഡെപ്റ്റ് ആണ്. ഓക്കെ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിപ്പോ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? റിക്വയർമെന്റ് വേണം ആദ്യം വായിക്കാൻ. ഓക്കെ, ഫസ്റ്റ് റിക്വയർമെന്റ്, യൂസിംഗ് ദ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ, വാട്ട് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർ ഇൻ ഡോളേഴ്സ് ടു 2 decimal places. ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ ഉപയോഗിച്ച് എന്ത് പറയണം? മാർക്കറ്റ് വാല്യൂ എത്രയാണുള്ളത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ. അടുത്തത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ലോൺ നോട്ട്, ഓരോ ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ. ഓക്കെ, പിന്നെ ഉള്ളത് ഓരോ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇതില് ഈ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അഗെയിൻ നമ്മൾ സെക്ഷൻ സി പഠിച്ച സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ OTQസിന്റെ ഒക്കെ അവസാനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ജസ്റ്റ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് അടിച്ച് നോക്കണം. ഓക്കെ, ഇതിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ, ദ ഫിനാൻസ് ഡയറക്ടർ ഓഫ് റിംഗ് കമ്പനി ഹാസ് ബീൻ അഡ്വൈസ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് ആസറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി. വിച്ച് 2 ഓഫ് ദ ഫോളോയിങ് ഫോർമുല കാൽക്കുലേറ്റ് ദ നെറ്റ് ആസറ്റ് വാല്യൂ ഓഫ് റിംഗ് കമ്പനി. റിംഗ് കമ്പനിയുടെ നെറ്റ് ആസറ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമുക്ക് സിനാരിയോയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചെയ്യാം. ഇല്ലേ, മാർക്ക് കിട്ടൂലേ? ഇത്രയും പെട്ടെന്ന് നമുക്ക് മാർക്സ് സ്കോർ ചെയ്ത് അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അതേപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് വാല്യുവേഷൻ മെത്തേഡ് ഈസ് ട്രൂ. ഓക്കെ, വാല്യുവേഷൻ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? എഫിഷ്യന്റ് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ അവസാനത്തെ 3 ക്വസ്റ്റ്യനും നമുക്ക് ശരിക്കും സിനാരിയോ വായിക്കേണ്ട ആവശ്യമുണ്ടോ? സിനാരിയോ വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഡയറക്റ്റ് യു ക്യാൻ സ്കിപ്പ് ടു ദ ലാസ്റ്റ് പാർട്ട്, അറ്റൻഡ് ഇറ്റ് ആൻഡ് കം ബാക്ക്. ഓക്കെ ഫൈൻ, പ്രശ്നമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിനാരിയോ വായിച്ചിട്ടുള്ള ആൻസേഴ്സ് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? യൂസിംഗ് ദ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ, വാട്ട് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർ ഇൻ ഡോളേഴ്സ് ടു 2 decimal places. 2 decimal places വേണം എന്നാണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർ ആണ് ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കുന്നത് മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർ? ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ ഒരു ഗ്രോത്തിന്റെ ഒരു സംഭവം തന്നിട്ടുണ്ട് അല്ലെ. ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിക്കാം അല്ലെ. ഇങ്ങനെ ഡിവിഡൻസ് തന്നാൽ ഉറപ്പിച്ചോ അതെന്താണ്? ഗ്രോത്ത് കണ്ടുപിടിക്കാനാണ്. നമുക്ക് കണ്ടുപിടിച്ചൂടെ? ഗ്രോത്ത് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, ഐ വിൽ ഓപ്പൺ മൈ എക്സൽ 1 second. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇതിൽ ഗ്രോത്ത് കണ്ടുപിടിക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, എങ്ങനെയാ നമ്മുടെ ഗ്രോത്ത് കണ്ടുപിടിക്കേണ്ടത്? അതായത് നമുക്ക് കെ കണ്ടുപിടിക്കണം അല്ലെ. കെ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഈ പറയുന്ന പോലെ ആ മാർക്കറ്റ് വാല്യൂ P0 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. P0 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്, സോ ഗ്രോത്ത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? G is equal to ലേറ്റസ്റ്റ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ early. ഇന്നലെ നമ്മൾ പറഞ്ഞ ഫോർമുലയാണ്, സെയിം ഫോർമുലയാണ് അല്ലെ. ഈസ് ഈക്വൽ ടു 0.45 ഡിവൈഡഡ് ബൈ 0.37 റേസ് ടു. ഇത് ഇനി എന്ത് ചെയ്യണം? റേസ് ടു എത്ര ലീപ്സ് ആണെന്ന് നോക്കണം അല്ലെ. 1, 2, 3, 4.
divided by, so 1 divided by raised to 1 divided by 4, 4 minus 1. അല്ലെ? ഇങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഗ്രോത്ത് കണ്ടുപിടിക്കുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോ എന്താ കണ്ടുപിടിച്ചത്? ജി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P0 കണ്ടുപിടിക്കാം. അല്ലെ? P0 കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെ? P0 കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെ? P0 കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെ? സെയിം സാധനം അല്ലെ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ നേരെ റിട്ടേൺ ആയിട്ടുള്ള സാധനം ഈസ് ഈക്വൽ ടു D0 1 പ്ലസ് ജി ഡിവൈഡഡ് ബൈ കെ മൈനസ് ജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുല ഇല്ലേ? ഞാൻ എഴുതി വെക്കുകയാണ്. ഈസ് ഈക്വൽ ടു D0 വിച്ച് മീൻസ് ദ ലേറ്റസ്റ്റ് ഡിവിഡൻഡ് 0.45 ഇൻറ്റു D0 ഇൻറ്റു 1 പ്ലസ് ജി 1 പ്ലസ് ജി എത്രയാണ്? 0.05 ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ജി എന്നാണ് പറയുന്നത്. കെ ഇ എന്താ? കെ ഇ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? 10% ആണ്. ഓക്കെ, ഞാനത് മാർക്ക് ചെയ്തില്ല. യെസ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എത്രയാണ്? 10% എന്ന് പറയുന്നുണ്ട് അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ കെ ഇ മൈനസ് ജി 0.1 മൈനസ് 0.05 അല്ലെ? ഇങ്ങനെയല്ലേ ഫോർമുല വരിക? ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ജസ്റ്റ് എന്താ അടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 9.45 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസർ കിട്ടും. ഫൈൻ, ഇതാണോ ആൻസർ? യൂസിംഗ് ദ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ, വാട്ട് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ഓർഡിനറി ഷെയർ? ഓക്കെ, ഒരു ഓർഡിനറി ഷെയറിന്റെ പ്രൈസ് ആണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് 9.45. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഫൈൻ. ഇനി മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ലോൺ നോട്ട്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഒരു ലോൺ നോട്ടിന്റെ കോസ്റ്റ് എന്താണെന്നാണ്. ഓക്കെ, ഈ ഡിവിഡൻഡ് ഗ്രോത്ത് മോഡലിലെ ആ ഒരു അസംഷൻ വെച്ചിട്ടാണ് ബേസിക്കലി ബിസിനസ് വാല്യുവേഷനിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്? എന്റെ ഫ്യൂച്ചർ ഏർണിങ്സ് എത്രയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ സംഭവങ്ങളുടെ എല്ലാം പ്രസന്റ് വാല്യൂ ആണ് ഒരു സംഭവത്തിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത് ഡെപ്റ്റ് ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ? ഈ കേസിൽ ലോൺ നോട്ടിന്റെ കേസിൽ നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ലോൺ നോട്ടിന്റെ കേസ്, ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പം ഇത്രയും കാര്യം എന്താണ്? ഇക്വിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ആ പാരഗ്രാഫ് ഇനി നമ്മൾ പിന്നെയും വായിക്കണോ? വേണ്ട. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് ഇപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ ശരിക്കും എന്ത് പറഞ്ഞാൽ ലോൺ നോട്ടിനെ റിലേറ്റ് ചെയ്ത് അല്ലെ? ക്വസ്റ്റ്യൻ അങ്ങനെ പാരഗ്രാഫ് ആയിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഈസിയാണ്, എക്സാമിനും കുറെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റത്തെ ആൻസർ കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റത്തെ ആൻസറിന്റെ ഇവിടെ 2 ഡെസിമൽ പ്ലേസസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഡെസിമൽ പ്ലേസസ് എഴുതണം. ഇൻ കേസ് അത് 3 ഡെസിമൽ പ്ലേസസ് ആണെങ്കിലോ 9.450 എന്നുള്ളത് എഴുതണം. ആ ഡെസിമൽ പ്ലേസസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇനി മൂവിംഗ് ഓൺ ടു മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് ലോൺ നോട്ട്. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലോൺ നോട്ടിന്റെ കേസിൽ എങ്ങനെ കണ്ടുപിടിക്കും? മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ അല്ല, പ്രസന്റ് വാല്യൂ ആണ് അല്ലേ? ഇതിപ്പം എന്ത് ലോൺ നോട്ടാണ്? റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ? റെഡീമബിൾ ലോൺ നോട്ട് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നോക്കാനുള്ളത് എന്താണ്? കൺവേർഷൻ ഉണ്ടോ ഇല്ലയോ? കൺവേർഷൻ ഉണ്ടോ? ഇവിടെ ഇല്ല. ഓക്കെ, അപ്പം റിംഗ് കമ്പനി ഹാസ് ഓൾസോ an issue ലോൺ നോട്ട്സ് വിച്ച് ആർ റെഡീമബിൾ ഇൻ 7 years ടൈം എന്നാണ് പറയുന്നത്. 7 years ടൈം അല്ലെ? ഞാൻ എന്ത് എഴുതാണ്? എന്റെ T0 1 2 3 4 5 6 7 അല്ലെ? ഇങ്ങനെ ഞാൻ എന്ത് എഴുതി വെക്കുകയാണ്? എന്റെ ക്യാഷ് ഫ്ലോസും എല്ലാം എഴുതി വെക്കുകയാണ്. എത്ര പെർസെന്റേജാ? 6% അല്ലെ? ഞാൻ എന്ത് ചെയ്യണം? ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ OTQs എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സൽ ഷീറ്റ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. എന്ത് ചെയ്യാം? യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ ഇല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്താ പറയുന്നത്? റിഡീം ചെയ്യുന്നതിന് എന്തെങ്കിലും കണ്ടീഷൻസോ കാര്യങ്ങളോ പറയുന്നുണ്ടോ? ഇല്ല അല്ലേ? സോ വി ആർ മൂവിംഗ് വിത്ത് 100. ഫൈൻ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ ഇതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. യെസ്, എനിക്ക് എന്താണ്? ഞാൻ ഇപ്പൊ എക്സലി ചെയ്യുന്നതുകൊണ്ട് ഐ ക്യാൻ യൂസ് ദി NPV ഫംഗ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ അറിയണം. ഓക്കെ, നമുക്ക് ആനുവിറ്റി ഫാക്ടർ ഒക്കെ യൂസ് ചെയ്യാം അല്ലെ? 6 into 7 yearsന്റെ ആനുവിറ്റി ഫാക്ടർ നേരെ ആ ഫോർമുല ഷീറ്റിൽ നിന്ന് കിട്ടും. ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതുക. 100നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ, NPV ഫംഗ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് അടിച്ചു കൊടുക്കണം അല്ലേ? യെസ്. എത്രയായിരുന്നു എന്റെ റേറ്റ്? എത്രയായിരുന്നു? ഇത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണോ? ഡെപ്റ്റ് ആണ്. സോ ഐ ഹാവ് ടു റൈറ്റ് 0.04 കോമ. ഓക്കെ, എത്ര വരും ആൻസർ? 112 വരും ആൻസർ. ഫൈൻ. സോ ഐ വിൽ ബി മൂവിംഗ് ഫോർവേഡ് വിത്ത് ഓപ്ഷൻ ബി.
നിങ്ങൾ അല്ലാതെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആനുവിറ്റി ഫാക്ടറും ഡിസ്കൗണ്ട് ഫാക്ടറും രണ്ടും യൂസ് ചെയ്യണം. ആനുവിറ്റി ഫാക്ടറും ഡിസ്കൗണ്ട് ഫാക്ടറും യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഫാക്ടർ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റത്തെ ഇയറിൽ നിങ്ങൾ മിക്കവാറും ആനുവിറ്റി ഫാക്ടർ യൂസ് ചെയ്യുക 7 ഇയേഴ്സിന്റെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ മാത്രമേ 100നെ മാത്രമേ പിന്നെ എന്ത് ചെയ്യാവുള്ളൂ? ഡിസ്കൗണ്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ 2 തവണ ഡിസ്കൗണ്ട് ചെയ്തു പോകും. ഓക്കെ, ഈ ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ 2 തവണ ഡിസ്കൗണ്ട് ചെയ്തു പോകും. അതുകൊണ്ട് ആ, ഇത്രയും ഫിഗേഴ്സ് ഓൾറെഡി നിങ്ങൾ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുള്ളൂ? 100നെ മാത്രമേ ഡിസ്കൗണ്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, എന്നിട്ട് ആഡ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് 112 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ കിട്ടും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ബിസിനസ് വാല്യുവേഷന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തീർക്കാം, അല്ലെ? ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ സി. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ സിയിലേക്ക് നമുക്ക് നോക്കാം. The finance director of Ring Company has been advised to calculate the net asset value of the company. Which two of the following formulae calculate correctly the NAV of Ring Company? Okay. എന്താ പറയുന്ന NAV കണ്ടുപിടിക്കുന്ന, അതായത് നെറ്റ് അസറ്റ് വാല്യൂന്റെ ഫോർമുലയാണ് ചോദിക്കുന്നത്. ഓക്കെ, നോക്കാം, ഓപ്ഷൻ നോക്കാം. ടോട്ടൽ അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണോ? ആണോ? ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഓപ്ഷൻ എ ഈസ് റോങ്. ഫൈൻ, പ്രശ്നമില്ലല്ലോ. അടുത്തത് ഓപ്ഷൻ ബി, നോൺ കറന്റ് അസറ്റ്സ് പ്ലസ് നെറ്റ് കറന്റ് അസറ്റ്സ്. നെറ്റ് കറന്റ് അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ്. ഓക്കെ, അത് പ്ലസ് നെറ്റ് കറന്റ് നോൺ കറന്റ് അസറ്റ്സ് ആണോ? അല്ല, അല്ലെ? ആ ക്വസ്റ്റ്യനും ആ ഓപ്ഷനും എന്താണ്? തെറ്റാണ്. ഇനി മൂവിങ് ഓൺ ടു ഓപ്ഷൻ സി, നോൺ കറന്റ് അസറ്റ്സ് പ്ലസ് കറന്റ് അസറ്റ്സ് ലെസ് ടോട്ടൽ ലയബിലിറ്റീസ് ആണോ? നോൺ കറന്റ് അസറ്റ്സ് പ്ലസ് കറന്റ് അസറ്റ്സ്, അതായത് ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ഇല്ല, യെസ്, ഓപ്ഷൻ സി എന്താണ്? ശരിയാണ്. മൂവിങ് ഓൺ ടു ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, നെറ്റ് കറന്റ് അസറ്റ്സ് പ്ലസ് നോൺ കറന്റ് അസറ്റ്സ് ലെസ് ലോങ് ടേം ലയബിലിറ്റീസ്. നെറ്റ് കറന്റ് അസറ്റ്സ് പ്ലസ് നോൺ കറന്റ് അസറ്റ്സ്, അതായത് എന്താണ്? നോൺ കറന്റ് അസറ്റ് പ്ലസ് നോൺ കറന്റ് അസറ്റ്, സോറി, പ്ലസ് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, അത്രയും സാധനമാണ് ഇത്, അല്ലേ? മൈനസ് ലോങ് ടേം ലയബിലിറ്റി, അതിൽ തന്നെ എന്തായി? ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ആയി. ഓക്കെ, ആ ഓപ്ഷനും എന്താണ്? ശരിയാണ്. മൂവിങ് ഓൺ ടു ഓപ്ഷൻ ഡി. ശരിക്കും രണ്ട് ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്തു, അത് ഓൾറെഡി ശരിയാണ്. മൂവിങ് ഓൺ ടു ഓപ്ഷൻ ഇ, നമുക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നോൺ കറന്റ് അസറ്റ്സ് ലെസ് നെറ്റ് കറന്റ് അസറ്റ്സ് ലെസ് നോൺ കറന്റ് ലയബിലിറ്റി ആണോ? ആണോ? അല്ല, നമ്മൾ കറന്റ് അസറ്റ് കുറയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻ ഇയും റോങ് ആണ്. ഫൈൻ, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് വാല്യുവേഷൻ മെത്തേഡ് ഈസ് ട്രൂ? ഓക്കെ, വാല്യുവേഷൻ മെത്തേഡ് ആയിട്ട് പറഞ്ഞു വരുമ്പോൾ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. ഏർണിംഗ്സ് yield മെത്തേഡ് മൾട്ടിപ്ലൈസ് ഏർണിംഗ്സ് ബൈ ദ ഏർണിംഗ്സ് yield ആണോ? ആണോ? ഇവർ പറയുന്നത് എന്താ? ഏർണിംഗ്സ് yield മെത്തേഡിൽ നമ്മൾ വാല്യുവേഷൻ, ഒരു ബിസിനസിന്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏർണിംഗ്സിനെ ഡിവൈഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഏർണിംഗ്സിനെ ഡിവൈഡ് അല്ല, ഏർണിംഗ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ആണോ ചെയ്യേണ്ടത്? അല്ല, ഏർണിംഗ്സ് yield കൊണ്ട് ഏർണിംഗ്സിനെ ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ബിസിനസിന്റെ ഒരു വാല്യൂ കിട്ടുക, അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ ആണോ? അല്ല. നമുക്ക് PE റേഷ്യോ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഏർണിംഗ്സ് yield ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡിവൈഡ് ആണ് ചെയ്യുന്നത്, അല്ലെ? ഏർണിംഗ്സിനെ PE റേഷ്യോ കൊണ്ടാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഏർണിംഗ്സ് yield ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫൈൻ, അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എന്താണ്? തെറ്റാണ്. ഓക്കെ, സെക്കൻഡ് വൺ വായിച്ചു നോക്കാം. ഇക്വിറ്റി മാർക്കറ്റ് വാല്യൂ ഇസ് ദ നമ്പർ ഓഫ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ഷെയർ പ്രൈസ് പ്ലസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ്. ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ഷെയർ പ്രൈസ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർ പ്രൈസ് ആണ്, പ്ലസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആണോ? അല്ല, ഇക്വിറ്റിയുടെ മാർക്കറ്റ് വാല്യൂ ഒരിക്കലും എന്ത് വരില്ല, അവിടെ മാർക്കറ്റ് വാല്യൂ ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരത്തില്ല. അപ്പോൾ ഓപ്ഷൻ ബിയും എന്താണ്? തെറ്റാണ്. Okay, and moving on to option C, the dividend valuation model makes the unreasonable assumptions that average dividend growth is constant. Dividend valuation model നമ്മുടെ ഒരു ബേസിക് അസംഷൻ ആണെന്നാണ് പറയുന്നത്. എന്ത്? ആവറേജ് ഡിവിഡൻഡ് ഗ്രോത്ത് ഈസ് കോൺസ്റ്റന്റ്, അല്ലേ? ഒന്നെങ്കിൽ ഡിവിഡൻഡ് വാല്യുവേഷൻ മോഡലിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഡിവിഡൻസ് ആയിരിക്കും, അല്ലെ? ഈ ഒരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാല്യുവേഷൻ കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ സി എന്നാണ് കറക്റ്റ് ആൻസർ ആണ്. ഫൈൻ, പ്രശ്നമില്ലല്ലോ. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ഓപ്ഷൻ, ദ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ മെത്തേഡ് ഡിവൈഡ്സ് ഏർണിംഗ്സ് ബൈ ദ പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ. പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ എന്താ ചെയ്യുന്നത്? ഡിവൈഡ്സ് ഏർണിംഗ്സ്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്ഷൻ ആണ്, അല്ലെ? ഫസ്റ്റത്തെ ഓപ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്ഷൻ ആണ് പറയുന്നത്. പ്രൈസ് ഏർണിംഗ്സ് റേഷ്യോ എന്താ പറയുന്നത്? ഏർണിംഗ്സിനെ ഡിവൈഡ് ആണോ ചെയ്യേണ്ടത്? അല്ല, മൾട്ടിപ്ലൈ ആണോ ചെയ്യേണ്ടത്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു ബിസിനസിന്റെ വാല്യൂ കിട്ടുള്ളൂ. ഫൈൻ,
പ്രശ്നമൊന്നുമില്ലല്ലോ. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഡിക്കേറ്റ് ബൈ ക്ലിക്കിംഗ് ഇൻ ദ റെലവന്റ് ബോക്സസ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് എഫിഷ്യൻസി ആർ കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. ഓക്കെ, എന്താ പറയുന്നത്, ക്യാപിറ്റൽ മാർക്കറ്റ് എഫിഷ്യൻസി കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളതാണ് പറയേണ്ടത്. ഫസ്റ്റ് വൺ, ഇൻസൈഡർ ഇൻഫോർമേഷൻ കനോട്ട് ബി യൂസ് ടു മേക്ക് abnormal gains in a strong form efficiently capital. എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസിന്റെ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്, ഇൻസൈഡർ ഇൻഫോർമേഷൻ കനോട്ട് ബി യൂസ് ടു മേക്ക് അബ്നോർമൽ ഗെയിൻസ് ഇൻ എ സ്ട്രോങ് ഫോം എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മൾ ക്യാപിറ്റൽ മാർക്കറ്റ് എഫിഷ്യന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസൈഡർ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് പോലും, അതായത് കമ്പനി പബ്ലിഷ് ചെയ്തിട്ടില്ല, കമ്പനിക്ക് അകത്തുള്ള ഇൻഫർമേഷൻ ആണ് അല്ലെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസൈഡർ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പം പറയുന്നത് എന്താ, ക്യാപിറ്റൽ മാർക്കറ്റിൽ സ്ട്രോങ് ഫോം എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ഇൻസൈഡർ ഇൻഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് ഗെയിൻസ് ഉണ്ടാക്കാം, അബ്നോർമൽ ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പറ്റുമോ? ഇല്ല. Okay, why? Because in a strong form efficient capital market, whatever information is there, whatever information is released or not released, അതിന്റെ ചേഞ്ചസ് എന്ത് ചെയ്യും, അപ്പൊ തന്നെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഗെയിൻസ് നമുക്ക് കിട്ടുമോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഒരു ഗെയിനും എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ യെസ്, ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇൻ എ വീക്ക് ഫോം എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ്, ring company's share price reacts to new information the day after it is announced. ശരിയാണോ തെറ്റാണോ? അതായത് എന്റെ എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് വീക്ക് ആണെങ്കിൽ, എന്റെ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ എഫിഷ്യൻസി വീക്ക് ആണെങ്കിൽ റിംഗ് കമ്പനിയുടെ ഷെയർ പ്രൈസ് പുതിയ ഇൻഫോർമേഷനോട് എപ്പോഴേ റിയാക്ട് ചെയ്യുള്ളൂ, ദ ഡേ ആഫ്റ്റർ ഇറ്റ് ഈസ് അനൗൺസ്ഡ്. അതായത് ഇന്നിപ്പോ ഞാൻ അനൗൺസ് ചെയ്താൽ നാളെ ആയിരിക്കും അതെന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്ത് വരിക എന്നാണ് പറയുന്നത് അല്ലെ. ഐഡിയലി സെയിം ആണ്, കറക്റ്റ് ആണ്, പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ. വീക്ക് ഫോം എന്താണ് പറയുന്നത്, ന്യൂസ് എല്ലാം പതുക്കെ വരത്തുള്ളൂ, അതായത് ഇന്നത്തെ ന്യൂസ് ഒക്കെ നാളെയോ നാളെ കഴിഞ്ഞോ മറ്റന്നാളോ ഒക്കെ വരുള്ളൂ അല്ലെ, പതുക്കെ വരുള്ളൂ. പക്ഷെ ഒരു ടൈം പീരീഡ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട്, അതായത് ഇന്നൊരു ഇൻഫർമേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ അത് നാളെ റിഫ്ലക്ട് ആവുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയ അവിടെ വെക്കുന്നുണ്ടോ? ഇല്ല. വീക്ക് ഫോം എഫിഷ്യൻസിയിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്, വീക്കാണ്, സ്ലോ ആണ്, അവിടെ എഫിഷ്യൻസി ഉണ്ടോ? ഇല്ല. സ്ലോ ആയിട്ടായിരിക്കും എന്ത് വരിക, മാർക്കറ്റിൽ ഇൻഫർമേഷൻ വരിക. പക്ഷേ നാളെ തന്നെ അത് വരും എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്താണ്, ഇൻകറക്റ്റ് ആയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദ തേർഡ് വൺ, റിംഗ് കമ്പനീസ് ഷെയർ പ്രൈസ് റിയാക്ട്സ് ക്വിക്ലി ആൻഡ് ആക്യുറേറ്റ്ലി ടു ന്യൂലി റിലീസ്ഡ് ഇൻഫർമേഷൻ ഇൻ എ സെമി സ്ട്രോങ് ഫോം എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെ. എഫിഷ്യന്റ് എന്താണ്, സെമി സ്ട്രോങ് എന്താണ്, വീക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഓക്കെ, എന്താ പറയുന്നത്, സെമി സ്ട്രോങ് എഫിഷ്യന്റ് മാർക്കറ്റിൽ എന്താണെന്നാണ് പറയുന്നത്, ന്യൂലി റിലീസ്ഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും അനുസരിച്ച് എന്ത് ചെയ്യും, മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേ. സെമി സ്ട്രോങ് മാർക്കറ്റ് ആണെങ്കിൽ എന്താണ്, റിലീസ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും എന്ത് ചെയ്യും, അപ്പൊ തന്നെ മാർക്കറ്റിൽ റിഫ്ലക്ട് ആവും. ഓക്കെ, സ്ട്രോങ് ആണെങ്കിലോ റിലീസ്ഡ് ആയിക്കോട്ടെ നോട്ട് റിലീസ്ഡ് ആയിക്കോട്ടെ, അതിന്റെ രണ്ടിന്റെയും എഫക്ട് എവിടെ വരും, മാർക്കറ്റിൽ വരും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഇതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് കറക്റ്റ്, സെക്കൻഡ് വൺ ഈസ് ഇൻകറക്റ്റ് ആൻഡ് തേർഡ് വൺ ഈസ് കറക്റ്റ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രേ ഉള്ളൂ ഒരു OTQ എന്ന് പറയാം അല്ലെ. എക്സ്പ്ലനേഷൻ ഹാർഡ്ലി ടു 25 minutes അല്ലെ. അപ്പം നമ്മൾ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, ഇതൊന്നും ഒട്ടും സമയം കളയാതെ, എസ്പെഷ്യലി ഇപ്പൊ താഴത്തെ 3 ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പം MTQs വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്ത് ചെയ്താൽ മതി, യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, അത് ജനറിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, യു ക്യാൻ അറ്റൻഡ്. ഓക്കെ, ഇനി റിംഗ് കഴിഞ്ഞു, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ മൂവ് ഓൺ ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ഓൺ ചെയ്യാം, വിച്ച് ഈസ് ലൈറ്റ് കമ്പനി. ഓക്കെ, ലൈറ്റ് കമ്പനിയുടെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് 6% ലോൺ നോട്ട്സ്? ഓക്കെ, ഒന്ന് ലോൺ നോട്ട്സിന്റെ ടോട്ടൽ വാല്യൂ 6% ലോൺ നോട്ട്. അടുത്തത് ഓക്കെ, പല ലോൺ നോട്ട്സ് ഉണ്ട് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് 8% ലോൺ നോട്ടിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, ആൻഡ് യെസ്, പിന്നെ എന്താണ്, പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്, കണ്ടോ, പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്യാം, വി ക്യാൻ ഈസിലി അറ്റൻഡ് ദിസ് അല്ലെ. ഇൻ റിലേഷൻ ടു വാല്യൂയിങ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓക്കെ, പ്രിഫറൻസ് ഷെയർസിന്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത്തവണ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, റിലേഷൻ ടു വാല്യൂയിങ് പ്രിഫറൻസ് ഷെയർസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? പ്രിഫറൻസ് ഷെയർസിനെ വെച്ച് വാല്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വാല്യൂവേഷൻ എടുക്കുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് നോക്കാം. ഓപ്ഷൻ 1 ഈസ് the market value of an irredeemable preference shares is calculated by multiplying the dividend by 1 minus the tax rate and then dividing by the cost of preference shares. അല്ലെ, ഇവിടെ എന്താണ്, ഇവിടെ ടാക്സ് റേറ്റിന്റെ ഒക്കെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ കാര്യം
പറയുന്ന സമയത്ത് നമ്മൾ ഈ ഡെപ്റ്റിന്റെ ഒരു ഡെപ്റ്റിനെ പോലെയാണോ ചെയ്യുന്നത്? അവിടെ ടാക്സിന്റെ എഫക്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ടാക്സിന്റെ ഒരു എഫക്ട് നമ്മൾ പ്രിഫറൻസ് ഷെയർസിന്റെ അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിക്കോട്ടെ ബിസിനസ് വാല്യുവേഷൻ ആയിക്കോട്ടെ, ടാക്സിന്റെ എഫക്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഡെപ്റ്റിനാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നേനെ, ഡെപ്റ്റിനാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നേനെ, പക്ഷെ വാല്യുവേഷന്റെ സമയത്ത് ഡെപ്റ്റിനാണെങ്കിലും എന്തില്ല, നമ്മൾ ടാക്സിന്റെ എഫക്ട് കൊണ്ടുവരില്ല. ഓക്കെ, മറന്നുപോലെ, കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ ടാക്സിന്റെ കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ വരും. ഇപ്പം നമ്മൾ ഇവിടെ പറയുന്നത് ഏതാണ്? പ്രിഫറൻസ് ഷെയർസിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ടാക്സ് റേറ്റിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ വാല്യുവേഷനിൽ കൊണ്ടുവരുമോ? ഒരിക്കലും കൊണ്ടുവരില്ല. ഓക്കെ, സോ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? സ്ട്രേറ്റ് റോങ് ആണ്. സെക്കൻഡ് വൺ, പ്രിഫറൻസ് ഷെയർസ് ആർ എ ടാക്സ് എഫിഷ്യന്റ് വേ ഓഫ് റേസിംഗ് ഫിനാൻസ്. പ്രിഫറൻസ് ഷെയർസ് വഴി ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ടാക്സ് എഫിഷ്യന്റ് മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. ആണോ? അതൊരു ടാക്സ് എഫിഷ്യന്റ് മെത്തേഡ് ആണെന്നാണ് പറയുന്നത്. ആണോ? ഒരിക്കലും അല്ല. അല്ലെ? ഏതാ ടാക്സ് എഫിഷ്യന്റ് മെത്തേഡ് എന്ന് പറയുന്നത്? ഏതാണ്? ഡെപ്റ്റ് വരണം. അല്ലെ? ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതെന്ത് വരുള്ളൂ? ടാക്സ് എഫിഷ്യന്റ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രിഫറൻസ് ഷെയർസിനൊക്കെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടുമോ? ഒരു ടാക്സ് ബെനിഫിറ്റ്സും കിട്ടില്ല. സോ ഇതെന്തല്ല? ഒരു ടാക്സ് എഫിഷ്യന്റ് മെത്തേഡ് ആണ്? അല്ല. ഓക്കെ, ആൻഡ് മൂവിംഗ് ഓൺ ടു ദ തേർഡ് വൺ, പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു വാല്യൂ വെൻ ദേ പേ എ വേരിയബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ടു വാല്യൂ വെൻ ദേ പേ എ വേരിയബിൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ആ പ്രിഫറൻസ് ഷെയർസിന് വേരിയബിൾ റേറ്റ് ഉണ്ടോ? ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാം. അവിടെ നിൽക്കട്ടെ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ, നമുക്കിപ്പം എന്തറിയാം? എ തെറ്റാണെന്ന് അറിയാം, ബി തെറ്റാണെന്ന് അറിയാം, ആൻഡ് മൂവിംഗ് ഓൺ ടു ദ ഡി. സിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ എവിടെയോ എന്തോ പഠിച്ചിട്ടുണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഡി നോക്കാം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ക്ലാസ്ഡ് ആസ് ഇക്വിറ്റി ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ആണോ? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ക്ലാസിഫൈഡ് ആസ് ഇക്വിറ്റി എന്നാണ് പറയുന്നത്. ആണോ? അല്ല. ഇതിനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ഡെപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. പ്രിഫറൻസ് ഷെയർസ് അല്ലേ? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. അല്ലെ? റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് എല്ലാ തവണയും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻട്രസ്റ്റ് അല്ല, സോറി, ഡിവിഡൻസ് കൊടുക്കണം. അല്ലെ? ഇൻട്രസ്റ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഡിവിഡൻസ് കൊടുക്കണം. അറ്റ് ദ എൻഡ് ഓഫ് എ സർട്ടൻ പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം? അത് റിഡീം ചെയ്യണം. അല്ലെ? അപ്പോൾ അത് ഇക്വിറ്റി ആണോ? അല്ല, അത് ഡെപ്റ്റ് പോലെ വേണം എന്ത് ചെയ്യാൻ? അതിനെ ട്രീറ്റ് ചെയ്യാൻ. അല്ലെ? അപ്പം ഈ ലാസ്റ്റത്തെ ഓപ്ഷനും തെറ്റാണ്. ദെയർഫോർ വി ആർ മൂവിംഗ് വിത്ത് ഓപ്ഷൻ സി. ഇനി എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി ശരിയെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെക്കുക, പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ഡിവിഡൻസ് പേ ചെയ്യുന്നതാണോ? അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും കാര്യങ്ങളും ഒക്കെ. പക്ഷേ മനസ്സിലാക്കി വെക്കുക, പ്രിഫറൻസ് ഷെയർസിന് പല പല ടൈപ്സ് ഉണ്ട്. അല്ലെ? പല പല ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഇപ്പൊ ഫ്ലോട്ടിംഗ് റേറ്റ് ഒക്കെ പേ ചെയ്യുന്ന പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻഡെക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരിക്കും. അപ്പം അതിന്റെയൊക്കെ റേറ്റ്സ് എന്തായിരിക്കും? ഫ്ലോട്ടിംഗ് ആയിരിക്കും. ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ മാസവും 10%, അല്ലെങ്കിൽ എല്ലാ മാസവും എല്ലാ വർഷവും 5% എന്നൊക്കെ പറയൂ? ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് വരാം. ഓഫ് കോഴ്സ് യെസ്, പ്രിഫറൻസ് ഷെയർസിന് എന്ത് വന്നേക്കാം? വേരിയബിൾ റേറ്റ് വന്നേക്കാം. ഓക്കെ, ആ സമയത്ത് ഈ പറയുന്ന വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ്? ബുദ്ധിമുട്ടാണ്. ഓക്കെ, നോർമൽ കാൽക്കുലേഷനേക്കാളും അവിടെ കോംപ്ലക്സിറ്റീസ് വരും. ഡിഫിക്കൽട്ട് വാല്യൂ ആണ് എന്താണെങ്കിലും. യെസ്, സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഇനി മൂവിംഗ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇതിന്റെ ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. റിലേഷൻ ടു പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് ഇൻ വാല്യൂവിംഗ് ഷെയർസ് ആൻഡ് ബിസിനസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓക്കെ, പ്രാക്ടിക്കൽ കൺസിഡറേഷൻസ് ഇൻ വാല്യൂവിംഗ് ഷെയർസ് ആൻഡ് ബിസിനസ്, താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരി? ഓക്കെ, നോക്കാം. ദി ഷെയർ പ്രൈസ് ഓഫ് എ കമ്പനി ക്യാൻ റൈസ് ഈവൻ വെൻ ഇറ്റ് ഹാസ് കട്ട് ഇറ്റ്സ് ഡിവിഡൻഡ്. അങ്ങനെയാണോ? അതായത് ഡിവിഡൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഷെയർ പ്രൈസ് ഓഫ് എ കമ്പനി ക്യാൻ ഇംപ്രൂവ്, ക്യാൻ റൈസ് എന്നാണ് പറയുന്നത്. ശരിയാണോ? തെറ്റാണ്. ഒരു ബിസിനസ് വാല്യുവേഷൻ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇതിന് ഒന്ന് രണ്ട് തിയറീസ് പറയുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു സിഗ്നലിംഗ് എഫക്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സിഗ്നലിംഗ് എഫക്ട് ഉണ്ട് അല്ലെ? ഡിവിഡൻഡ് കട്ട് ചെയ്താൽ അതൊരു സിഗ്നലിംഗ് എഫക്ട് ആണ്. കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഫ്ലോ ഇല്ല, കമ്പനി ഈസ് ഹാവിംഗ് ഇറ്റ് സം പ്രോബ്ലംസ്, എന്ത് ചെയ്തേക്കാം? ഷെയർ പ്രൈസ് കുറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു സിഗ്നലിംഗ് എഫക്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പറയുന്ന ഒരു കാര്യം വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ എങ്ങനെയായിരിക്കും കാണുക? ഡിവിഡൻഡ് കട്ട് ചെയ്താൽ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് കമ്പനി ഈസ് പ്ലാനിങ് ടു ഇൻവെസ്റ്റ്. അല്ലെ? കമ്പനി ഈസ് പ്ലാനിങ് ടു ഇൻവെസ്റ്റ് ഇറ്റ് സംവെയർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ അതിനെ കാണുക. അപ്പം കമ്പനി പുതിയൊരു പ്രൊജക്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ അതെന്താണ്? നല്ലതായിട്ടാണ് കാണുക. അപ്പം ഷെയർ പ്രൈസ് എന്ത് ചെയ്തേക്കാം? കൂടിയേക്കാം. ഓക്കെ, അപ്പം ഓപ്ഷൻ എ എന്താണ്? ഒരു 70-30 വെയിറ്റേജ് ആണ് നിൽക്കുന്നത് അല്ലെ? 70% നമുക്ക് ശരിയാണെന്നുള്ള ഒരു മൈൻഡിലാണ്. അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഓക്കെ, ദി മാർക്കറ്റബിലിറ്റി ഓഫ് ഓർഡിനറി ഷെയർസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് എ ഷെയർ ബൈബാക്ക് സ്കീം. അങ്ങനെയാണോ? അതായത് ഓർഡിനറി ഷെയർസിന്റെ മാർക്കറ്റബിലിറ്റി എപ്പോൾ കൂടും? ഷെയർ ബൈബാക്ക് ചെയ്താൽ കൂടുമെന്നാണ് പറയുന്നത്. എന്താ ഈ മാർക്കറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഷെയർ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്താണ്? അതിന്റെ മാർക്കറ്റബിലിറ്റി കൂടുമെന്നാണ് പറയുന്നത്.
ഓക്കെ. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ MRF എന്ന് പറയുന്ന MRF ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് അത് ഭയങ്കര ഹൈ വാല്യൂ ഉള്ള ഷെയർസ് ആണ് അല്ലെ. അത് ഇപ്പൊ എനിക്ക് നാളെ പോയി പെട്ടെന്ന് മേടിക്കണം, ഒരു 10 ഷെയർ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 12 ലക്ഷം രൂപ എന്റെ കയ്യിൽ വേണം അല്ലെ. ആ മാർക്കറ്റബിലിറ്റി ഉണ്ടോ അതിന്? അത്രയും എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മേടിക്കാനും ഇഷ്ടമുള്ളപ്പോൾ സെല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വൈ? ബിക്കോസ് ആ ഷെയറിന്റെ പ്രൈസ് അത്രയും ഹൈ ആണ് അല്ലെ. പക്ഷെ ലോ പ്രൈസ് ആയിട്ടുള്ള ഷെയർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മേടിക്കാം, ഈസി ആയിട്ട് സെല് ചെയ്യാം അല്ലെ. മാർക്കറ്റബിലിറ്റി കൂടുതലാണ്. ഒരു ഓർഡിനറി ഷെയർസ്, ഒരു കമ്പനി അവരുടെ സ്വന്തം ഷെയർസ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാം? ഈ എക്സിസ്റ്റിംഗ് ഷെയർസിന് എന്തായിരിക്കും സംഭവിക്കാം? അവരുടെ മാർക്കറ്റ് പ്രൈസ് കൂടൂലേ? ഓഫ് കോഴ്സ് യെസ്. എന്താ അവിടെ ഷെയർ ബൈ ബാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എന്ത് ചെയ്യും, അവിടെ ഷെയർ പ്രൈസ് കൂടും. ഷെയർ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? മാർക്കറ്റബിലിറ്റി കുറയും. ഓക്കെ. ഷെയർ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റബിലിറ്റി കുറയും. അപ്പൊ ഷെയർ ബൈ ബാക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണെങ്കിലും ഷെയർ പ്രൈസ് കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഓപ്ഷൻ ബി എന്താണ്? തെറ്റാണ്. ഓക്കെ. മൂവിങ് ഓൺ ടു ഓപ്ഷൻ സി. ഇൻവെസ്റ്റേഴ്സ് വിൽ ഓൾവേസ് ആക്ട് റേഷണലി ഇൻ റെസ്പോൺസ് ടു ഗുഡ് ന്യൂസ് ഫ്രം എ കമ്പനി. ഒരു കമ്പനി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാണ് എന്ന് പറയുന്ന ഒരു ന്യൂസ് കേൾക്കുന്നു. ഇൻവെസ്റ്റേഴ്സ് വിൽ ഓൾവേസ് ആക്ട് റേഷണലി എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഇവിടെ ഈ ആക്ട് റേഷണലി മാത്രമുള്ളെങ്കിൽ യെസ്, ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയേനെ. പക്ഷെ ഇവിടെ ഓൾവേസ് ആക്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? അല്ല. മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ന്യൂസ് കിട്ടിയാൽ ഉടനെ ആൾക്കാർ എന്ത് ചെയ്യും? ഭയങ്കര ഇറേഷണൽ ആയിട്ടായിരിക്കും ആൾക്കാർ പെരുമാറുക. ആൾക്കാർ എപ്പോഴും ലോജിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്? അല്ല. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം വന്നതുകൊണ്ട് എന്താണ് ഓപ്ഷൻ സിയും എന്താണ്? തെറ്റാണ്. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. റാൻഡം വാക്ക് തിയറി സജസ്റ്റ് ദാറ്റ് ഷെയർ പ്രൈസ് മൂവ്മെന്റ് ക്യാൻ ബി ഫോർകാസ്റ്റ് ഇൻ എ വീക്ക് ഫോം എഫിഷ്യന്റ് മാർക്കറ്റ്. ഒരു വീക്ക് ഫോം എഫിഷ്യന്റ് മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റാൻഡം വാക്ക് തിയറി സജസ്റ്റ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഷെയർ പ്രൈസ് മൂവ്മെന്റ്സ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആണോ? ഇല്ല. കാരണം എന്താ? റാൻഡം വാക്ക് തിയറി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അങ്ങനെ ഷെയർ പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു തിയറിയാണ് എന്ത്? റാൻഡം വാക്ക് തിയറി അല്ലെ. അവിടെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം വരുമോ? ഇല്ല. ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ദെയർഫോർ നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ദ ഷെയർ പ്രൈസ് ഓഫ് എ കമ്പനി ക്യാൻ റൈസ് ഈവൻ വെൻ ഇറ്റ് ഹാസ് കട്ട് ഇറ്റ്സ് ഡിവിഡൻഡ് അല്ലെ. ഇത് ഓൾവേസ് റൈസ് എന്നാണോ വന്നേ? അല്ല. ഓക്കെ. ഡിവിഡൻഡ് കട്ട് ചെയ്താലും ഷെയർ പ്രൈസ് കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. എപ്പോഴും കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ ദെയർഫോർ ഐ ആം മൂവിംഗ് വിത്ത് ഓപ്ഷൻ എ. ദി ഷെയർ പ്രൈസ് ഓഫ് എ കമ്പനി ക്യാൻ റൈസ് ഈവൻ വെൻ ഇറ്റ് ഹാസ് കട്ട് ഇറ്റ്സ് ഡിവിഡൻഡ്. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി മൂവിംഗ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. കൺസിഡറിംഗ് ബിഹേവിയറൽ ഫിനാൻസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഓക്കെ. ബിഹേവിയറൽ ഫിനാൻസ് വെച്ച് നോക്കുമ്പോൾ താഴെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബിഹേവിയറൽ ഫിനാൻസ് സപ്പോർട്ട്സ് വ്യൂ ദാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾസ് റിസൾട്ട് ഫ്രം റേഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ബിഹേവിയറൽ ഫിനാൻസ് എന്താണ് പറയുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് ബബിൾ ഉണ്ടാവാൻ കാരണം എന്താണ്? റേഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് മീൻസ് ലോജിക്കൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആണോ? ഒരിക്കലും അല്ല. എല്ലാവരും ലോജിക്കൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് വരില്ല? ബബിള് വരില്ല. ഓക്കെ. ഇവിടെ ഈ ബബിൾ ഉണ്ടാവാൻ കാര്യം എന്താണ്? ആൾക്കാർക്ക് അറിയത്തില്ല. ആൾക്കാർ ഭയങ്കര റേഷണൽ ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ബബിൾ വരുന്നത്. ഫൈൻ. അപ്പം ഫസ്റ്റത്തെ ആൻസർ തെറ്റാണ്. ഓക്കെ. സെക്കൻഡത്തെ ആൻസർ എന്താ? ഓപ്ഷൻ എന്താ? നോയ്സ് ട്രേഡേഴ്സ് മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ബൈ യൂസിംഗ് സോഫ്റ്റ്വെയർ ടു അനലൈസ് റിയൽ ടൈം ഷെയർ പ്രൈസ് ഡാറ്റ. ആണോ? നോയ്സ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, അത് ഫോളോ ചെയ്യുന്ന ആളാണ് അല്ലെ. അല്ലാതെ അവർക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു തോന്നലിന്റെ പുറത്തൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കൃത്യമായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓരോ അനാലിസിസ് ഒക്കെ നടത്തിയിട്ടാണോ നോയ്സ് ട്രേഡേഴ്സ് ട്രേഡ് ചെയ്യുന്നത്? അല്ല. ഓക്കെ. അപ്പം അവര് എന്ത് ചെയ്യില്ല? അവര് യാതൊരു രീതിയിലുള്ള അനാലിസിസും ഇല്ലാതെ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നോയ്സ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ഷെയർ പ്രൈസ് അനോമലീസ് ഡു നോട്ട് അണ്ടർമൈൻ ദി പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി. എന്താ ഷെയർ പ്രൈസ് അനോമലീസ് എന്ന് പറഞ്ഞാല് എന്താ പറയുന്നത്? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി എന്താ? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി പറയുന്ന സംഭവം ഇതാണ്. അതായത് നമ്മുടെ ഷെയർ പ്രൈസും കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റിഫ്ലക്ട് ചെയ്യും. വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് ആയിരിക്കും എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, എന്നാണ് പറയുന്നത്. ഷെയർ പ്രൈസ് അനോമലീസ് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പെട്ടെന്ന് ബബിൾ വരുന്നു, പെട്ടെന്ന് താഴുന്നു, പെട്ടെന്ന് ആൾക്കാർ സെല് ചെയ്യുന്നു, ലോജിക്കൽ അല്ലാതെ ആൾക്കാർ എന്ത് ചെയ്യണം? പെരുമാറുന്ന ഒരു സംഭവമൊക്കെയാണ് എന്ത്? ഷെയർ പ്രൈസ് അനോമലീസ് എന്ന് പറയുന്നത്. അപ്പം ഷെയർ പ്രൈസ് അനോമലീസ് ഉണ്ടെങ്കിൽ അവിടെ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി പറയുന്ന കാര്യങ്ങൾ, അതായത് പെർഫെക്റ്റ് മാർക്കറ്റ് ഒരു കമ്പനിയുടെ ശരിക്കുള്ള വാല്യൂ ആയിരിക്കും മാർക്കറ്റിൽ റിഫ്ലക്ട് ആവുക? അല്ല അല്ലെ. ആൾക്കാർ ഭയങ്കര ഇറേഷണൽ ആയിട്ട് പെരുമാറും. ആൾക്കാർ എപ്പോഴും ലോജിക്കൽ ആയിട്ടല്ല, ഇറേഷണൽ ആയിട്ട് പെരുമാറും. അതുകൊണ്ട് തന്നെ എപ്പോഴും പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി വർക്ക് ആവുമോ? ഇല്ല. ഓക്കെ, ഇത് രണ്ടും കോൺട്രാഡിക്റ്റിംഗ് തിയറീസ് ആണ്.
ഓക്കെ, എപ്പോഴും ആൾക്കാർ ലോജിക്കലായിട്ടല്ല പെരുമാറുക. ലോജിക്കലായിട്ടായിരുന്നു പെരുമാറിയിരുന്നെങ്കിൽ, വളരെ റേഷണൽ ആയിട്ടാണ് കാര്യമായിട്ടൊക്കെയാണ് ചിന്തിച്ചതെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു അല്ലെ, അത് രണ്ടും ഒത്തുചേർന്ന് പോകേണ്ടതാണ്. പക്ഷെ ഇവിടെ ഷെയർ പ്രൈസ് അനോമലീസ് പറയുന്നത് എന്താണ്, ആൾക്കാർ ഇറേഷണൽ ആയിട്ട് പല ഡിസിഷൻസും എടുക്കും, അതിന്റെ ബാക്കിയായിട്ട് കമ്പനിയുടെ വാല്യൂ ആവശ്യമില്ലാതെ അല്ലെ, അവർക്ക് ശരിക്കും ഇത്രയും വാല്യൂ ഉള്ള സാധനം പോലും എന്ത് ചെയ്യാം, ഈ ഒരു റേഞ്ച് വരെയൊക്കെ എത്താം അല്ലെ, അതേപോലെ പെട്ടെന്ന് താഴ്ന്നേക്കാം, പെട്ടെന്ന് പൊങ്ങിയേക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ക്യാപിറ്റൽ മാർക്കറ്റ് തിയറി വർക്ക് ആവും ഇല്ല. സോ ആദ്യത്തെ 3 ഓപ്ഷൻസും എന്താണ്, തെറ്റാണ്. And next one, moving on to option D, the momentum effect suggests that investors can buy shares in the belief that a recent rise in share price will continue. Okay, എന്താ പറയുന്നത്, മൊമെന്റം എഫക്ട് സജസ്റ്റ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ഷെയർസ് ഇൻ ദ ബിലീഫ് ദാറ്റ് എ റീസെന്റ് റൈസ് ഇൻ ഷെയർ പ്രൈസ് വിൽ കണ്ടിന്യൂ. ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ് അല്ലെ. ഇപ്പൊ സ്വർണത്തിന്റെ വിലയെ പറ്റിയൊക്കെ എല്ലാ ആൾക്കാരും സ്വർണം മേടിക്കുന്നു, സ്വർണത്തിന്റെ വില കൂടുന്നു, സ്വർണത്തിന്റെ വില വീണ്ടും കൂടുന്നു, സ്വർണത്തിന്റെ വില വീണ്ടും കൂടുന്നു അല്ലെ. കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ആൾക്കാർ സ്വർണം മേടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. മൊമെന്റം എഫക്റ്റ് ആണ്, ആൾക്കാർ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണോ, അല്ല, സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്നു അത് കണ്ടിട്ട് മേടിക്കുന്നതാണ് മൊമെന്റം എഫക്റ്റ് അല്ലെ. അപ്പം എന്താ പറയുന്നത്, മൊമെന്റം എഫക്ട് സജസ്റ്റ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ഷെയർസ് ഇൻ ദ ബിലീഫ് ദാറ്റ് എ റീസെന്റ് റൈസ് ഇൻ ഷെയർ പ്രൈസ് വിൽ കണ്ടിന്യൂ അല്ലേ. മൊമെന്റം എഫക്റ്റിന്റെ ഡെഫിനേഷൻ എന്താണ്, അത് തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. അപ്പം നമ്മുടെ 3 തിയറി ക്വസ്റ്റ്യൻസും ഇതോടെ കഴിഞ്ഞു. ഇതൊന്നും ചിന്തിക്കാനൊന്നും അധികം സമയം വേണ്ട അല്ലെ, വളരെ കുറച്ച് സമയം മതി. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സമയം ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഇതാണ് അല്ലെ. നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻസും കൂടെ പെൻഡിങ് ഉണ്ട്. ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് 6% ലോൺ നോട്ട്സ്, അതേപോലെ മാർക്കറ്റ് വാല്യൂ ഓഫ് 8% ലോൺ നോട്ട്. ഓക്കെ, ചെയ്ത് നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ട്, ഇക്വിറ്റി റിസർവ്സിന്റെ കാര്യം തന്നിട്ടുണ്ട്. 6% ലോൺ നോട്ടിന്റെ 6% ലോൺ നോട്ടിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, 22. യെസ്, പിന്നെ പറയുന്നത് ഫസ്റ്റത്തെ പാരാഗ്രാഫ് ഓർഡിനറി ഷെയർ ഇതാണ്. സെക്കൻഡ് പാരാഗ്രാഫ് 9% പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇതൊക്കെ വായിച്ച് സമയം കളയണോ വേണ്ട. എന്റെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഓഫ് 6% ലോൺ നോട്ട്സ് ആണ്. ഓക്കെ, ദ 6% ലോൺ നോട്ട്സ് ആർ ഇറഡീമബിൾ. ഇവരെന്താണ്, ഇറഡീമബിൾ ലോൺ നോട്ട്സ് ആണ്. ഓക്കെ, നോമിനൽ വാല്യൂ 100 ആണ്. ആൻഡ് ദ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓഫ് ദീസ് ലോൺ ഈസ് 7%. ഓക്കെ, 6% ലോൺ നോട്ട്സ് അല്ലെ. അപ്പൊ ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ഞാൻ സ്ക്രീൻ ഒന്ന് ചെറുതാക്കി. യെസ്, ഓക്കെ, യെസ്, എക്സൽ ഷീറ്റ് ഓപ്പൺ ആക്കി ഞാൻ എന്ത് ചെയ്യണം, ഇതിന്റെ പ്രസന്റ് വാല്യൂ എപ്പോഴും എന്താണ്, ഡെപ്റ്റിന്റെ ഒക്കെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ഇല്ലേ. ഡെപ്റ്റിന്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ ആണ് ഇല്ല. എങ്ങനെ ചെയ്യാം, 6% ലോൺ നോട്ട്സ് ആണ് അല്ലെ. ഫോർ എത്ര ഇയേഴ്സ് ആർ ഇറഡീമബിൾ ആണ്. ഓക്കെ, ഇത് ഇറഡീമബിൾ ആണ് അല്ലെ. യെസ്, സോറി ഗൈസ്. സോ ഇറഡീമബിൾ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇത് പെർപെച്വിറ്റിയുടെ ഫോർമുല അല്ലേ അവിടെ വർക്ക് ചെയ്യുന്നത് അല്ലെ. നമുക്ക് ഈ T0, T1, T2 ഇതൊക്കെ വേണ്ട. എന്ത് ചെയ്താൽ മതി, ഈസ് ഈക്വൽ ടു ഇറഡീമബിൾ ഡെപ്റ്റിന്റെ ആ ഒരു ഫോർമുല എങ്ങനെയാണ് അല്ലെ, വർക്ക്സ് ലൈക്ക് പെർപെച്വിറ്റിയുടെ പ്രസന്റ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത്, ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ ആർ. ഇവിടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് എത്രയാണ്, 6% അല്ലെ. 6 ആണ്. 6 ഡിവൈഡഡ് ബൈ 0.07. 0.07 ആണ്. യെസ്, ഓക്കെ, 0.07 ആണ് എന്ത്, ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈസ് ഈക്വൽ ടു ഈസ് ഈക്വൽ ടു 6/0.07. ഓക്കെ, ഇതെന്താണ് 85.7143 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ വന്നു. ഇതാണ് എന്ത്, മാർക്കറ്റ് വാല്യൂ ഓഫ് 1 ലോൺ നോട്ട് അല്ലെ. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ് ചോദിക്കുന്നത് അല്ലെ. ഇപ്പൊ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 6% ലോൺ നോട്ട്സ് എത്രയുണ്ട്, എനിക്ക് 22 മില്യൺ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ മാർക്കറ്റ് വാല്യൂ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 85.7143. എത്ര വരും, 18.8571 വരും. ഓക്കെ, ഇതിന്റെ ആൻസർ എത്രയായിരിക്കും, 18.8571 മില്യൺ ആയിരിക്കും വരിക. ഓക്കെ, ആൻസറിലെ മില്യൺ ആണോ തൗസൻഡ്സിലാണോ, ഈ സംഭവം നോക്കണേ. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഈ മില്യണിലും തൗസൻഡ്സിലും ഒക്കെ ചോദിക്കുന്ന സമയത്ത് മാറിപ്പോരുത്. യു മേ ഗെറ്റ് ദ റൈറ്റ് ആൻസർ, പക്ഷെ ഈ പറയുന്ന ഡെസിമൽസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം എന്ത് ചെയ്തേക്കാം, മാർക്ക് പോയേക്കാം. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് 8% ലോൺ. 8% ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ എന്താണെന്നാണ്. ഇത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണോ, അല്ല, ഇത് പെർ
ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ ആണ് ചോദിക്കുന്നത് അല്ലെ. സിംഗിൾ ലോൺ നോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ ആണ്. വായിച്ചു നോക്കാം. 8% ലോൺ നോട്ട് അല്ലേ? ഓക്കെ, യെസ്. സോ ഇവിടെയാണ് ഡാറ്റ ഉള്ളത്. 8% ലോൺ നോട്ട്സ് ആർ കൺവേർട്ടബിൾ ആഫ്റ്റർ 7 years into 15 ഓർഡിനറി ഷെയർസ് ഓഫ് ലൈക്ക് കമ്പനി പെർ $100 ലോൺ നോട്ട്. ഇഫ് നോട്ട് കൺവേർട്ടഡ് ദ ലോൺ നോട്ട്സ് വിൽ ബി റെഡീംഡ് അറ്റ് നോമിനൽ വാല്യൂ. ഓക്കെ, ഇവിടെ എന്താണ് കൺവേർഷൻ നടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കൺവേർഷന്റെ ഒരു പ്രൈസും കൂടെ നോക്കണം. യെസ്, ആഫ്റ്റർ 8 years ആണ്. യെസ്, ഓക്കെ. ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓഫ് ദീസ് ലോൺ നോട്ട്സ് ഇസ് 9%. ലൈക്ക് കമ്പനി പേസ് കോർപ്പറേഷൻ ടാക്സ് ഓഫ് 25%. ഓക്കെ, ഈ കോർപ്പറേഷൻ ടാക്സ് ബിസിനസ് വാല്യുവേഷന്റെ ക്വസ്റ്റ്യനിൽ കോർപ്പറേഷൻ ടാക്സിന്റെ കാര്യം പറയുന്നുണ്ട്. അതൊരു ഹുക്കാണ്. നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ അവിടെ നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടാക്സിന്റെ എഫക്റ്റ് ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇവിടെ അത് അതിന്റെ ആവശ്യമുണ്ടോ? ഇതിന്റെ അവിടെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? സ്ട്രെയിറ്റ് എഴുതി വെച്ചാൽ മതി അല്ലേ? ഓക്കെ, 8 yearsലോട്ടാണ് അല്ലേ? ഓക്കെ, 8. ഓക്കെ, ഫൈൻ. ഓക്കെ, നോക്കണേ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. നോക്ക്, ദി 8% ലോൺ നോട്ട്സ് ആർ കൺവേർട്ടബിൾ ആഫ്റ്റർ 7 years ആണ്. ഓക്കെ, റെഡീം ചെയ്യുന്ന നോമിനൽ വാല്യൂ ആണ് എന്തുള്ളത്? ആഫ്റ്റർ 8 years ഉള്ളത് കേട്ടോ. ഓക്കെ, സോ യു ഹാവ് ടു ഷുവർ ഇത് എത്ര ഇയേഴ്സേ വരാൻ പാടുള്ളൂ? ഇത് 8 years ഉണ്ടോ? ഇല്ല, ഇത് ഓക്കെ 7 yearsേ വരാൻ പാടുള്ളൂ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, യെസ്. ആൻഡ് അടുത്തത് ഇനി എന്താ ചെയ്യേണ്ട? ഇഫ് നോട്ട് കൺവേർട്ടഡ് ദ ലോൺ നോട്ട്സ് വിൽ ബി റെഡീംഡ് അറ്റ് നോമിനൽ വാല്യൂ. ഓക്കെ, ഞാൻ താഴോട്ട് എഴുതി വെക്കുകയാണ് കൺവേർഷൻ വാല്യൂ. ഓക്കെ, കൺവേർഷൻ വാല്യൂ ഞാൻ നോക്കണം. ഓക്കെ, കൺവേർഷൻ വാല്യൂല് ഞാൻ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നത്? ഓക്കെ, ഒന്നെങ്കിൽ എനിക്ക് ആഫ്റ്റർ 8 years 100 കിട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ ആഫ്റ്റർ 7 years എനിക്ക് ഏത് എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കണേ ആഫ്റ്റർ 7 years അല്ലെ? 7 years ഇവരെന്താ പറയുന്നത്? 7 years ഇവരെന്താ പറയുന്നത്? കൺവേർഷൻ വാല്യൂ എന്താണ് പറയുന്നത്? 15 ഓർഡിനറി ഷെയർസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, 15 ഓർഡിനറി ഷെയർസ് എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യാം? ഓർഡിനറി ഷെയർസിന്റെ ഡാറ്റ വായിച്ചു നോക്കുക. ഓർഡിനറി ഷെയർസ് ഹാവ് എ നോമിനൽ വാല്യൂ ഓഫ് 0.25 per share. ഓക്കെ, അത് നോമിനൽ വാല്യൂ ആണ്. മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 6.75 ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു, അപ്പം ഒരു ഷെയറിന്റെ പ്രൈസ് എത്രയാണ്? 6.75 ആണ്. അങ്ങനത്തെ 15 ഷെയർസ് കിട്ടും എന്നാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. 6.75 ഇൻറ്റു 15 ഇൻറ്റു ഇതിനെന്താ ഉണ്ട്? ഇതിന് ഗ്രോത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ? ഇതിന് ഗ്രോത്ത് ഉണ്ടെന്നാണ് പറയുന്നത് ഫോർ അറ്റ് എ പെർസെന്റേജ് ഓഫ് 5% ഫോർ 7 years അല്ലെ? എന്ത് ചെയ്യണം? ഇൻറ്റു 1.05 ഓൾ റേസ് ടു എത്ര വർഷമാണ്? 7 yearsലോട്ടാണ്. ഓക്കെ, ആ 7 ആണോ 8 ആണോ എന്നുള്ളത് നോക്കണേ. 7 yearsലോട്ടാണ് ഇതിന് ഗ്രോത്ത് ഉള്ളത്. ഓക്കെ, ഫൈൻ. ഞാൻ എന്ത് ചെയ്യാണ്? 142 ആണ് എന്റെ റിഡംഷൻ വാല്യൂ അല്ലെ? ഒബ്വിയസ്ലി നമ്മൾ 8th year വരെ നമ്മൾ വെയിറ്റ് ചെയ്യും? ഇല്ല, കാരണം എന്താ? 7th year നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്? 142 കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ കൺവേർഷൻ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഈസ് ഈക്വൽ ടു ദിസ് ഫിഗർ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ സം എടുക്കുകയാണ്. ഓക്കെ, യെസ്, ഡോട്ട് പ്ലസ് സി. എനിക്ക് എന്താണ് ഇതിന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു NPV. നമ്മൾ അല്ലാതെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആനുവിറ്റി ഫാക്ടർ അല്ലെ? 7 yearsന്റെ 8ന്റെ ആനുവിറ്റി ഫാക്ടർ വെച്ച് ചെയ്യാം. ഓൾസോ എന്ത് ചെയ്യാം? ലാസ്റ്റത്തെ ആ എമൗണ്ട് 142 എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാം അല്ലെ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൻഡ് ഏത് റേറ്റിൽ വേണം? NPVയുടെ ഫോർമുല അടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റേറ്റ് വേണം അല്ലെ? ഏതാ റേറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? 0.09 വെച്ചിട്ട് വേണം ചെയ്യാൻ ഫോർമുല. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, യെസ്. എനിക്ക് എത്ര കിട്ടി? 118.2 കിട്ടി. യെസ്, 118.2 ആയിരിക്കും എന്ത് വരിക? ഒരു ലോൺ നോട്ടിന്റെ വാല്യൂ ആയിട്ട് വരിക. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഈസി അല്ലേ? ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യണേ. ഒന്നാമത്തെ പ്രശ്നം ഇതാണ്, നിങ്ങൾ എടുക്കുന്ന ഇയേഴ്സ് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എടുക്കുന്ന ഇയേഴ്സ് രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ? റെഡീം ചെയ്യുകയാണെങ്കിൽ 8th year ആണ്. അല്ലാതെ റെഡീം ചെയ്യുക മീൻസ് 100 റുപ്പിയിലാണെങ്കിൽ നിങ്ങൾക്ക് 8th yearലും 7th yearലാണ് റിഡംഷൻ എങ്കിൽ യു ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഷെയർസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ കൺവേർഷൻ വാല്യൂ നോക്കുന്നു. വലിയ ഫിഗർ ഏതാന്ന് വെച്ചാൽ അത് നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ ഇടുന്നു, അതിന് പ്രസന്റ് വാല്യൂയിലോട്ട് ഇടുന്നു. യു വിൽ ഗെറ്റ് ദി ആൻസർ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ C, D, E എല്ലാം എന്താണ്? ഓൾറെഡി ഡൺ ആണ് അല്ലെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. ബിസിനസ് വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിലാകെ കൂടെ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏതാണ്? പിന്നെയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? ഈ പറഞ്ഞ പോലെ ലോൺ നോട്ട്സിന്റെ കാര്യം വിത്ത് കറൻസി കൺവേർഷൻ അല്ല, വിത്ത് കൺവേർഷൻ വാല്യൂസ്. ഓക്കെ, അതിൽ ഡെപ്റ്റ് എടുക്കണോ, ടാക്സിന്റെ എഫക്ട് കൊണ്ടുവരണോ, ഇങ്ങനത്തെ ഒക്കെ കൺഫ്യൂഷൻസ് ആണ് വരാൻ സാധ്യതയുള്ളത്. എന്ത് ചെയ്യാം? അത് ഏറ്റവും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാം.
ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിഡേറ്റർ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രിഡേറ്റർ കമ്പനി നമ്മളിപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, റിംഗ് കമ്പനി കഴിഞ്ഞു, ലൈറ്റ് കമ്പനി കഴിഞ്ഞു. യെസ്, മൂവിംഗ് ഓൺ ടു പ്രിഡേറ്റർ കമ്പനി. വായിച്ചു നോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ് പ്ലീസ്. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യുന്ന വായിച്ചു നോക്കാം. യെസ്, ഇതിന്റെ ഫസ്റ്റത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ ആണ്. പിന്നെ അങ്ങോട്ട് യെസ്, പിന്നെയും കാൽക്കുലേഷൻസ് വരുന്നുണ്ടല്ലേ. ഓക്കെ, ഇതിലപ്പോ ആകെ എന്തേ ഉള്ളൂ, ഒരു തിയറി ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓക്കെ, ഒരു തിയറി ക്വസ്റ്റ്യനേ ഉള്ളൂ. വായിച്ചു നോക്കാം. ഇൻഡിക്കേറ്റ് ബൈ ക്ലിക്കിംഗ് ഇൻ ദ റെലവന്റ് ബോക്സസ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കൺസേണിംഗ് ദ യൂസ് ഓഫ് അസറ്റ് വാലുവേഷൻസ് ഫോർ പ്രേ കമ്പനി വിത്ത് ഇൻഫർമേഷൻ ഗിവൺ ആർ ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ഇതില് പ്രേ കമ്പനിയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിനാരിയോ ആദ്യം വായിക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, ഇറ്റ് ഈസ് നൗ 1/1/2016. ഇപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ജനുവരി 1 നിൽക്കുന്നത്. എപ്പോ, 2016. ഓക്കെ, പ്രിഡേറ്റർ കമ്പനി ഈസ് ലുക്കിംഗ് ടു മേക്ക് എ ബിഡ് ഫോർ ദ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ ഓഫ് പ്രേ കമ്പനി. ഓക്കെ, പ്രേ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ എൻറ്റയർ ഷെയർ ക്യാപിറ്റൽ മേടിക്കുകയാണ്. എ സ്മോൾ ഫാമിലി ഓൺഡ് ബിസിനസ് ദാറ്റ് മേക്ക് സ്പെഷ്യലിസ്റ്റ് ഗിയേഴ്സ് ഫോർ ഹൈ പെർഫോമൻസ് റേസിംഗ് ബൈക്സ്. ഓക്കെ, അതായത് ഈ പറയുന്ന മൗണ്ടൻ ബൈക്കിംഗ് പോലെ ഹൈ പെർഫോമൻസ് റേസിംഗ് ബൈക്സിന് വേണ്ടിയുള്ള ഫോർമുല 1 റേസിംഗ് കണ്ടിട്ടില്ലേ. ഓക്കെ, അത് കാഴ്സ് ആണ്, അതേപോലെ ബൈക്സിന്റെ കാര്യം അല്ലേ. ആ ഒരു ബിസിനസ്സിലാണ് ഇവരുടെ പരിപാടികളൊക്കെ. പ്രേ കമ്പനീസ് പ്രൊഡക്ട്സ് ഹാവ് ഹാഡ് എ നീഷെ ബട്ട് ലോയൽ കസ്റ്റമർ ബേസ് ഫോർ മെനി ഇയേഴ്സ്. ഇവർക്ക് എന്തുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഒരു ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ട്. ഓക്കെ, ബട്ട് ഡിമാൻഡ് സ്റ്റാർട്ടഡ് ടു സോർ ഇൻ early 2014 when it was revealed that all gold medal winners in the cycling events at the Olympics were using a new revolutionary gear type developed and patented by Prey company. ഓക്കെ, ഇവര് 2014 തൊട്ടാണ് ഇവരുടെ എന്ത് വരുന്നത്, ഒരു നല്ല കാലം വരുന്നത് ഇല്ലേ. കാരണം എന്താ, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ അടിക്കുന്ന എല്ലാവരും തന്നെ ആരുടെ ഗിയർ ആണ് യൂസ് ചെയ്യുന്നത്, പ്രേ കമ്പനിയുടെ ഗിയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്പനിയുടെ ഷെയറിന്റെ സെയിൽ ഹാസ് ബീൻ എഗ്രീഡ് ഇൻ പ്രിൻസിപ്പിൾ, ഇവിടെ വാലുവേഷൻ സ്റ്റിൽ നീഡ്സ് ടു ബി എഗ്രീഡ് ഫോർ പ്രേ കമ്പനി. ഓക്കെ, ഇതിന്റെ സെയിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, എഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ വാലുവേഷൻ തീരുമാനമായിട്ടില്ല. ഓക്കെ, കമ്പനി സെല്ല് ചെയ്യാമെന്ന് ആര് പറഞ്ഞു, പ്രേ കമ്പനി തീരുമാനിച്ചു. പക്ഷെ ഒരു വാലുവേഷൻ ബേസിസിലോട്ട് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളോട് എന്താ പറഞ്ഞ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ തന്നിട്ടുണ്ട്, കുറെ ഡാറ്റാസ് തന്നിട്ടുണ്ട്, രണ്ട് നോട്ട്സ് തന്നിട്ടുണ്ട്, ഒരു സമ്മറി സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ അസറ്റ് വാല്യൂ ഓഫ് പ്രേ കമ്പനീസ് ഷെയർസ് യൂസിംഗ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഇൻ ഡോളേഴ്സ് ടു ദ നിയറസ്റ്റ് 1000. ഓക്കെ, എന്താ പറയുന്നത്, അസറ്റ് വാല്യൂ ഓഫ് കമ്പനി യൂസിംഗ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെ. നെറ്റ് റിയലൈസബിൾ വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, അസറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എന്ത് ചെയ്താൽ മതി, ഈസി അല്ലേ, ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി ചെയ്താൽ മതി. ഓക്കെ, രണ്ട് നോട്ട്സ് ഉണ്ട്, നോട്ട്സും കൂടെ വായിച്ചു നോക്കണം. ഫസ്റ്റ് വൺ ഈസ് ഇൻക്ലൂഡഡ് ഇൻ നോൺ കറന്റ് അസറ്റ് ഈസ് സ്പെഷ്യലിസ്റ്റ് മെഷീനറി ദാറ്റ് ഹാസ് എ നെറ്റ് ബുക്ക് വാല്യൂ ഓഫ് 100,000. ഓക്കെ, ഈ നോൺ കറന്റ് അസറ്റ്സ് 400ൽ എന്തുണ്ട്, ഒരു 100 നെറ്റ് ബുക്ക് വാല്യൂ ഉള്ള ഒരു അസറ്റ് ഉണ്ട്. And it would cost 500,000 to replace it. Okay, ഇത് റീപ്ലേസ് ചെയ്യാനുള്ള കോസ്റ്റ് ആണ്. It would only be able to be sold for scrap for 25,000 if disposed of. ഇത് ഡിസ്പോസ് ചെയ്താൽ എത്ര കിട്ടത്തുള്ളൂ, 25,000 കിട്ടുള്ളൂ. ഓക്കെ, 400,000 എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോട്ടൽ എമൗണ്ട് ഓഫ് നോൺ കറന്റ് അസറ്റ്സിലെ ഒരു 100,000 നെറ്റ് ബുക്ക് വാല്യൂ 100,000 ഉള്ള ഒരു ഫിഗർ ഉണ്ട്. ഫിഗർ റീപ്ലേസ്മെന്റ് കോസ്റ്റ് ആണെങ്കിൽ അത് 500,000 വാല്യൂ വന്നേനെ. പക്ഷേ നമ്മൾ അത് സെല്ല് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആകെ എത്ര കിട്ടുള്ളൂ, 25,000 കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോട്ട് 2 എന്താ പറയുന്നത്, കറന്റ് അസറ്റ്സ് ഹാവ് എ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് 40,000. കറന്റ് അസറ്റ്സിന് ഇവിടെ കറന്റ് അസറ്റ്സ് ബുക്ക് വാല്യൂ എത്രയുണ്ട്, 50 ഉണ്ട്. പക്ഷെ അതിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്രയാണ്, 40,000 ആണ് അല്ലെ. നമ്മളോട് ഇപ്പം എന്ത് ബേസിസിലാണ് വാല്യൂ ചെയ്യാൻ പറയുന്നത്, നെറ്റ് റിയലൈസബിൾ വാല്യൂന്റെ ബേസിസിലാണ് അല്ലെ. ക്വസ്റ്റ്യനിൽ പിന്നെ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ പി റേഷ്യോ കാര്യങ്ങളൊക്കെയാണ്, ഇക്വിറ്റി ആണ്, ഇവിടെ ഡിവിഡൻസിന്റെ കാര്യമാണ്, അതൊന്നും ആവശ്യമില്ല. നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ അപ്പൊ മാർക്കറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എന്റെ ടോട്ടൽ അസറ്റ്സ് ഉണ്ട്, എത്രയുണ്ട്, ടോട്ടൽ അസറ്റ്സ് ഉണ്ട് 450 ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് 400 മാത്രം എടുക്കാം. ഈ 400ൽ ഇവരെന്താ പറയുന്നത്, ഈ 400ൽ എന്തുണ്ട്, $100 വില വരുന്ന ഒരു നെറ്റ് ബുക്ക് വാല്യൂ വരുന്ന ഒരു സംഭവം ഉണ്ട്. അതിന് ഇത്രയും വാല്യൂ ഉണ്ടോ, ഇല്ല. ഓക്കെ, അതിനിപ്പോ എത്രയും വാല്യൂ ഉള്ളൂ, 25 ഉള്ളൂ. ഫൈൻ, പ്രശ്നമില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഈസ് ഈക്വൽ ടു 400ൽ ഞാൻ എന്ത് ചെയ്യുക, 100 കുറയ്ക്കുക. ആ കുറച്ച അസറ്റിന് ഇപ്പോൾ എത്രയാണ് വാല്യൂ, 25 ആണ്. ഓക്കെ, ഫൈൻ.
പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ ഇതാണ് നോൺ കറന്റ് അസറ്റ്സിന്റെ കഥ പറയുകയാണെങ്കിൽ. ഇനിയിപ്പോ കറന്റ് അസറ്റ്സിന്റെ കഥ പറയുകയാണെങ്കിൽ NCA, അടുത്ത കറന്റ് അസറ്റ്സിന്റെ കഥ പറയുകയാണെങ്കിൽ 50 ആണ് ഇവർക്ക് ബുക്ക് വാല്യൂ. പക്ഷെ ഇപ്പൊ 50 ഉണ്ടോ? ഇല്ല. ഇവർക്ക് 50 ഉണ്ടോ ഇപ്പോഴത്തെ വാല്യൂ? ഇല്ല. ഇവർക്ക് ഇപ്പൊ എത്ര വാല്യൂ ഉള്ളൂ? 40 ഉള്ളൂ. ഓക്കെ, എത്രയായിരിക്കും അപ്പൊ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്? 40 ആയിരിക്കും. ഇവരുടെ ടോട്ടൽ വാല്യൂ എത്ര വരും? 365 വരും അല്ലെ? ഈസിക്കൽ ടു 365 വരും. 325 പ്ലസ് 40 എത്രയാണ്? 365 ആണ് എന്ത് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെയാ? ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി തന്നെയാണ് അല്ലെ? അസറ്റിന്റെ എല്ലാം നെറ്റ് റിയലൈസബിൾ വാല്യൂലോട്ട് നമ്മൾ എത്തിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ലയബിലിറ്റി ഇതിൽ നിന്ന് കുറച്ചാൽ മതി. എത്ര ടോട്ടൽ ലയബിലിറ്റി? ലയബിലിറ്റിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. ഇല്ല, നേരെ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. ഇവിടെ ഏതാ ലയബിലിറ്റി എന്ന് പറയുന്ന സംഭവം? ഷെയർ ക്യാപിറ്റൽ എടുക്കണോ? വേണ്ട. റിസർവ്സ് എടുക്കണോ? വേണ്ട. ആകെ എന്ത് രണ്ടും എടുത്താൽ മതി? 140 40 എടുത്താൽ മതി. ഓക്കെ, സോ ദെയർ ഫോർ ഞാൻ എന്ത് എഴുതി വെക്കാം? ഈസിക്കൽ ടു മൈനസ് 140 പ്ലസ് 40 എത്രയാണ്? 180 അല്ലെ? എന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ എത്രയായിരിക്കും? നെറ്റ് റിയലൈസബിൾ വാല്യൂവിൽ എന്റെ ബിസിനസ് വാല്യുവേഷൻ എത്രയായിരിക്കും വരിക? 185 ആയിരിക്കും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. 185 വിൽ ബി ദ ആൻസർ ഫോർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് തൗസൻഡ്സിലാണ് എഴുതേണ്ടത്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഒക്കെ തൗസൻഡ്സിലല്ലേ? ഓക്കെ, സോ ദെയർ ഫോർ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ എന്ത് ചെയ്താൽ മതി? 185 എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ 185,000 എന്ന് പോയി ടൈപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. വൈ? ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ദർ 3 zeros അല്ലെ? 3 zeros ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത് കുറച്ചിട്ട് വേണം ബാക്കിയുള്ളത് വേണം എഴുതാൻ. ഓക്കെ, മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ അസറ്റ് വാല്യൂ ഓഫ് പ്രേ കമ്പനീസ് ഷെയർസ് യൂസിംഗ് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. റീപ്ലേസ്മെന്റ് കോസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ അസറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണ്. നോക്കാം. റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ യെസ്, ഇതേ രീതി തന്നെ അല്ലെ? ഇതേ രീതി തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലെ? ഇവിടെ ഇപ്പം നോൺ കറന്റ് അസറ്റിന്റെ കാര്യം സെപ്പറേറ്റ് പറയുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇനിയിപ്പം റീപ്ലേസ്മെന്റ് അല്ല, കറന്റ് അസറ്റിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാം? നേരെ എടുക്കാം വാല്യൂ. ഓക്കെ, ഈസ് ഈക്വൽ ടു 450. ഇനി എന്ത് ചെയ്താൽ മതി? യെസ്, എന്താ? 450ൽ നിന്ന് 100 കുറയ്ക്കുക. പകരം എത്ര വരും? 500 വരും അല്ലെ? $100 നെറ്റ് ബുക്ക് വാല്യൂ ഉള്ളതിന് നെറ്റ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എത്രയാണ്? 500,000 ആണ് അല്ലെ? പിന്നെ കറന്റ് അസറ്റിന് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മൾ എന്തെടുത്ത് ടോട്ടൽ എടുത്തത്. എന്റെ ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് 180 ഉണ്ട്. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യാണ്. ഐ വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ ഓഫ് 670. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റത്തെ ആൻസർ ഈസ് 185, സെക്കൻഡത്തെ ആൻസർ ഈസ് 670. ഓക്കെ, ഓൾ ഗുഡ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. Indicate by clicking in the relevant boxes whether the following statements concerning the use of asset valuations for prey company with the information given are true or false. ഇത് true ആണോ false ആണോ എന്നാണ് പറയേണ്ടത്. ഓക്കെ, വായിച്ചു നോക്കാം. The replacement cost valuation is a good indication of corporate value as prey company operates in a capital intensive industry. ഓക്കെ, പ്രേ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അപ്പം റീപ്ലേസ്മെന്റ് കോസ്റ്റ് വാല്യുവേഷൻ വിൽ ബി എ ഗുഡ് ഇൻഡിക്കേഷൻ ഓഫ് ബിസിനസ് വാല്യൂ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വാല്യൂ. ആ കമ്പനിയുടെ വാല്യൂവിന്റെ ഒരു ഗുഡ് ഇൻഡിക്കേഷൻ ആയിരിക്കും എന്ത്? റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ആണോ? അല്ല. കാരണം എന്താ? അതാണ് ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് എന്തുണ്ട്? ഒരു സ്ട്രോങ് ലോയൽ ബേസ് ഉണ്ട് അല്ലെ? ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ട് അല്ലെ? അപ്പം നമുക്ക് നോൺ കറന്റ് അസറ്റ്സിന്റെ ഒക്കെ വാല്യൂ വെച്ച് മാത്രം ആ കമ്പനിയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ കമ്പനിക്ക് ആ ഗുഡ് വില്ലിന്റെ ഒരു വാല്യൂ എന്താണെങ്കിലും റിഫ്ലക്റ്റഡ് ആവണം അല്ലെ? അപ്പം ദെയർഫോർ എന്റെ ആദ്യത്തെ ഓപ്ഷൻ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഫൈൻ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അടുത്തത് നോക്കാം. The replacement cost valuation is likely to be a poor indication of corporate value as prey company's most valuable asset is likely to be its brand name. ഓക്കെ, ഫസ്റ്റത്തെ ഓപ്ഷന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവമാണ് പറയുന്നത് അല്ലെ? അതായത് ഇതൊരു പുവർ ഇൻഡിക്കേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത് റീപ്ലേസ്മെന്റ് കോസ്റ്റ്. ഓഫ് കോഴ്സ് യെസ് അല്ലെ? കാരണം എന്തില്ല? ഈ പറയുന്ന നെറ്റ് അസറ്റ് വാല്യൂ മെത്തേഡിന്റെ പ്രശ്നമാണ് അല്ലെ? അവിടെ അവര് ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യും ഇല്ല. അതാണ് അവിടുത്തെ ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. മൂവിംഗ് ഓൺ ടു ദ തേർഡ് ഓപ്ഷൻ. നെറ്റ് ബുക്ക് വാല്യൂ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ മിനിമം എമൗണ്ട് ദി കറന്റ് ഓണേഴ്സ് വിൽ വാണ്ട് ഫോർ ദെയർ കമ്പനി. ഓക്കെ, നെറ്റ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നതാണ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ മിനിമം എമൗണ്ട് ദി കറന്റ് ഓണേഴ്സ് വിൽ വാണ്ട് ഫോർ ദെയർ കമ്പനി. നെറ്റ് ബുക്ക് വാല്യൂ ആണ് നമ്മുടെ ഓണേഴ്സിന് വേണ്ട മിനിമം വാല്യൂ എന്നാണ് പറയുന്നത്. ആണോ? നമ്മൾ അങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത്? അല്ല. നെറ്റ് റിയലൈസബിൾ വാല്യൂ ആയിരുന്നെങ്കിൽ ഈ ഓപ്ഷൻ എന്തായിരുന്നേനെ? ശരിയായേനെ. പക്ഷെ ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ബുക്ക് വാല്യൂ ആണോ വേണ്ട മിനിമം വാല്യൂ? അല്ല. നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. അതായത് എന്റെ അസറ്റ്സ് എല്ലാം ഞാൻ റിയലൈസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഏറ്റവും മിനിമം എനിക്ക് അതെങ്കിലും കിട്ടണ്ടേ? ഞാൻ എന്റെ ബിസിനസ് സെല്ല് ചെയ്യുകയാണെങ്കിൽ. അതാണ് പറയുന്നത്.
ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ മൂവിങ് ഓൺ ടു ഫാൾസ് ട്രൂ ഫാൾസ്, അതോടെ ഈ ഓപ്ഷനും എന്തായി, ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, സെക്കൻഡത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂവിങ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഷെയർ പ്രൈസ് ഓഫ് പ്രേ കമ്പനി യൂസിങ് ഏർണിങ്സ്. ഏർണിങ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഷെയർ പ്രൈസ് കണ്ടുപിടിക്കാമെന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ചെയ്ത് നോക്കാം, വായിച്ചു നോക്കാം. യെസ്, ഏർണിങ്സ് വെച്ചിട്ട് എന്താണ് ഷെയർ പ്രൈസ് കണ്ടുപിടിക്കാനല്ലേ, ഏർണിങ്സ് വെച്ചിട്ട് ഷെയർ പ്രൈസ് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് തരുന്നുണ്ട്, പ്രോഫിറ്റ്, അതായത് ഏർണിങ്സ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ഫോർ ദ ഇയർ തന്നിട്ടുണ്ട്, അതായത് ഏർണിങ്സ് ഇവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, നമുക്ക് എന്തുണ്ട് ഇവിടെ, PE റേഷ്യോ ഉണ്ട് അല്ലെ, കോട്ടഡ് PE റേഷ്യോ ഓഫ് 10 അല്ലെ. ഏർണിങ്സ് തന്നിട്ടുണ്ട്, PE റേഷ്യോ തന്നിട്ടുണ്ട്, എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇപ്പം ഏതാ വർഷം, നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത്, 1/1/2016 അല്ലെ. അപ്പൊ ഓൾറെഡി നമ്മുടെ FS വന്നിരിക്കുന്ന വാല്യൂ ഏതായിരിക്കും, 140 ആയിരിക്കും അല്ലെ. പ്രശ്നമൊന്നുമില്ലല്ലോ, എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, മതിയോ 140 × 10 ചെയ്താൽ കിട്ടുമോ, ഏർണിങ്സ് ഇൻറ്റു PE റേഷ്യോ അല്ലെ, ഏർണിങ്സ് ഇൻറ്റു PE റേഷ്യോ ഇത് ചെയ്താൽ മതിയോ, പോരാ. PE റേഷ്യോയുടെ കാര്യത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മെയിൻറ്റൈനബിൾ ഏർണിങ്സ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, യൂഷ്വലി നമ്മൾ നമ്മുടെ SOFP വരുന്ന വാല്യൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ ഫോർകാസ്റ്റ് ഫിഗർ തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ഫോർകാസ്റ്റ് ഫിഗർ തന്നിട്ടുണ്ട്, ഏതാ 156 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ പുറകിലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഏർണിങ്സ് എത്രയാണോ, നമ്മുടെ പ്രോഫിറ്റ് എത്രയാണോ, അതിനേക്കാളും എത്ര ഇരട്ടി എന്ത് ചെയ്യും, ആൾക്കാർ പൈസ തരാൻ റെഡിയാണ് എന്നുള്ളതാണ്. അതാണ് പ്രൈസ് ഏർണിങ്സ് റേഷ്യോ അല്ലെ. അപ്പം അതെന്റെ കഴിഞ്ഞു പോയ ഏർണിങ്സിന് വേണ്ടിയാണോ ആൾക്കാർ അത്രയും റെഡി ആവുന്നത് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ? ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു ഷെയർ മേടിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞു പോയ ഏർണിങ്സ് കിട്ടാൻ വേണ്ടിയാണോ? അല്ല, അത് കഴിഞ്ഞു പോയില്ലേ, അത് ഇനി എനിക്ക് കിട്ടുമോ? ഇല്ല. ഇനി എന്റെ മുമ്പിലോട്ടുള്ള ഏർണിങ്സ് എന്തായിരിക്കും, അതായിരിക്കും എനിക്ക് കിട്ടുക. ഞാൻ മുൻപോട്ടുള്ള ഏർണിങ്സ് വെച്ചിട്ട് വേണം, എന്റെ മെയിൻറ്റൈനബിൾ ഏർണിങ്സ് വെച്ചിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം എന്റെ മുന്നോട്ടുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത് എന്താണ്, ക്വസ്റ്റ്യനിൽ 156 തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് തരുന്നത്, ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവര് ഒരു ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്റെ PE റേഷ്യോ 10 ആണ്, എനിക്ക് എന്താണ്, ജസ്റ്റ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഐ വിൽ ബി ഗെറ്റിംഗ് എ ആൻസർ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പം ഇതാണ് എന്ത്, നമ്മുടെ ഓപ്ഷൻ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ദ ഷെയർ പ്രൈസ് ഓഫ് പ്രൈ കമ്പനി ആണ് അല്ലെ. ഓക്കെ, നമ്മളിപ്പം ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ആണ്. ഇതിനെ ഇനി എങ്ങനെ എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യും, ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ്, അതിനെ എന്ത് ചെയ്യണം, ഷെയർ പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, 50 സെന്റ്സിന്റെ 100,000 ആണുള്ളത്. അപ്പൊ എങ്ങനെയായിരിക്കും, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി 200 ആയിരിക്കും അല്ലെ. എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ 200 ചെയ്യാണ്, 7.8 കിട്ടും. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓപ്ഷൻ ബി 7.8 കിട്ടി. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, സപ്പോസ് ഇവിടെ ഇപ്പോ ഈ പറയുന്ന ബ്ലാങ്ക് ഇല്ലായിരുന്നെങ്കിൽ അല്ലെ, ഇവിടെ ഈ പറയുന്ന ഓപ്ഷൻസ് ഇല്ലായിരുന്നെങ്കിൽ, ഒരു ബ്ലാങ്ക് ആണ് നമുക്ക് ആൻസർ എഴുതാൻ തന്നിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്തേനെ, നമ്മൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എഴുതിയിട്ട് പരിപാടി തീർത്ത് പോയേനെ. പക്ഷേ ഷെയർ പ്രൈസ് അല്ലെ, പെർ ഷെയർ പ്രൈസ് ആണ് അവർ ചോദിക്കുന്നത്, പെർ ഷെയർ പ്രൈസ് തന്നെ പറഞ്ഞ് കൊടുക്കണം. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി മൂവിങ് ഓൺ ടു ദ ഈ ക്വസ്റ്റ്യൻ. What growth rate should be used if estimating the value of prey company using the dividend valuation model? Give your answer as a percentage of 1 dp, 1 decimal point എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, വാട്ട് ഗ്രോത്ത് റേറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇഫ് എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് പ്രൈ കമ്പനി യൂസിംഗ് ഡിവിഡൻഡ് വാലുവേഷൻ മോഡൽ. നമ്മൾ ഡിവിഡൻഡ് വാലുവേഷൻ മോഡൽ യൂസ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും ഗ്രോത്ത് റേറ്റ് ഇല്ലേ. ഇതും ഭയങ്കര രസമുള്ള ക്വസ്റ്റ്യൻ ആണ്, ട്വിസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഡിവിഡൻഡ് പെയ്ഡ് നമുക്ക് തന്നിട്ടുണ്ട് 2012, 2013, 14, 15, 16 അല്ലെ. ഇതിൽ ആദ്യത്തെ 2 വർഷം 10 ആയിരുന്നു, 20 ആയിരുന്നു, പിന്നെ 65 ആയി, 70 ആയി, 78 ആയി. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, G കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവം ഇല്ലേ, എന്താ നമ്മുടെ ഫോർമുല എന്താ, G ഈസ് ഈക്വൽ ടു കറന്റ് ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഓൾഡസ്റ്റ് ഡിവിഡൻഡ് അല്ലെ, റേസ് ടു 1/n-1. അതാണ് ജിയുടെ ഫോർമുല. അതാണ് ഡിവിഡൻഡ് വാലുവേഷൻ മോഡലിൽ G കണ്ടുപിടിക്കുന്നത്, അങ്ങനെയാണ് അല്ലെ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ ചെയ്യും, എന്തായിരിക്കും വാല്യൂസ് എടുക്കേണ്ടത്? നിങ്ങൾ ഈ ഡിവിഡൻസ് ഒക്കെ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കണേ. 10, 20 എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒറ്റയടിക്കാണ് 65 വരുന്നത്. പിന്നെ എപ്പോഴും ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ എന്ത് വരിക, ഡിവിഡൻസ് വരിക. അപ്പൊ നമ്മുടെ മെയിൻറ്റൈനബിൾ ഏർണിങ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു സംഭവമായിരിക്കും. പോരാഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്
ഏർലി 2014 തൊട്ട് ഭയങ്കരമായിട്ട് സെയിൽസ് കൂടി അല്ലെ. ഒളിമ്പിക്സ് നടന്നു, ഒളിമ്പിക്സിൽ ഇവര് ഭയങ്കരമായിട്ട് മെഡലുകൾ അടിക്കുന്നു, ഇവരുടെ സെയിൽസ് ഭയങ്കരമായിട്ട് കൂടി. അപ്പം അന്നത്തെ മുതലുള്ള ഏർണിങ്സിന് ഡിവിഡൻഡ് പെയ്ഡിനും ഏർണിങ്സിനും എല്ലാം എന്തുണ്ട്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾഡസ്റ്റ് ഡിവിഡൻഡ് ആയിട്ടുള്ള ഇത് എടുക്കാൻ പാടുണ്ടോ? പാടില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഡാറ്റയിലെ ഈ 3 കോളത്തിലെ വാല്യൂസ് ഇല്ലടാ, അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോവാൻ. ഓക്കെ, കുഴപ്പമില്ല, കാരണം അവിടെ തൊട്ടാണ് എന്ത് ഏർണിങ്സ് ഒന്ന് സ്റ്റേബിൾ ആയത്. ഓക്കെ, സോ എന്റെ ഡിവിഡൻസ് എത്രയാണ്? ഈസ് ഈക്വൽ ടു 78 ഡിവൈഡഡ് ബൈ 65. 78 ഡിവൈഡഡ് ബൈ 65 റേസ് ടു എത്രയാ? 1 ഡിവൈഡഡ് ബൈ എത്ര ഇയേഴ്സ് ആ? 1 2 അല്ലെ, ഡിവൈഡഡ് ബൈ 1/2 k മൈനസ് 1 എത്ര വരും? ഈസ് ഈക്വൽ ടു 0.095 വരും. ഓക്കെ, ദാറ്റ് മീൻസ് എത്രയായിരിക്കും? എന്നോട് ഒരു പേഴ്സൻറ്റേജ് ആക്കി എഴുതാനാണ് ആൻസർ പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്യാണ്? ഈസ് ഈക്വൽ ടു ദിസ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 9.54451 അല്ലെ. എന്നോട് ആൻസർ എഴുതാൻ പറയുന്നത് എത്രയാണ്? 1 dp ആണ് പറയുന്നത് അല്ലെ. സോ ഐ ഷുഡ് സ്റ്റോപ്പ് വിത്ത് 9.5%. ഓക്കെ, 9.5% ആയിരിക്കും എന്ത് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഓൾ ഗുഡ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു? 3 ക്വസ്റ്റ്യൻസ് ഇവിടെ കഴിഞ്ഞു. 15 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്തു തീർത്തത്. ഓക്കെ, 3 MTQs ഈസ് ഡൺ. ഓക്കെ, അപ്പം ബിസിനസ് വാല്യുവേഷൻ ആയിട്ടുള്ള അത്യാവശ്യം ഏരിയാസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തസിസ് പറഞ്ഞു, ബിഹേവിയറൽ ഫിനാൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം സംസാരിച്ചായിരുന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റിസ്കിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ്, മണി മാർക്കറ്റ് ഹെഡ്സ്, ഓക്കെ, ഓർമ്മയുണ്ടോ അതൊക്കെ? ഓക്കെ, ഇല്ലെങ്കിൽ പെട്ടെന്നൊന്ന് മൈൻഡിലാവുന്ന റിവൈസ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓൾ ഗുഡ്, പ്രശ്നമൊന്നുമില്ലല്ലോ. യെസ്, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നൂൺ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. നൂൺ കമ്പനി, ഓക്കെ, നമ്മുടെ കപ്ലാൻ കിറ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. യെസ്, നൂൺ കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതിൽ പെട്ടെന്നൊന്ന് ഞാൻ കണ്ണോടിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഓക്കെ, യെസ്, ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്, 2 തിയറി ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഓക്കെ, ഫൈൻ, നമുക്ക് ഓർഡർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ്? വാട്ട് ഈസ് എ കോസ്റ്റ് ഇൻ സെൻട്രൽ ആൻഡ് കോളൻസ് ഓഫ് ഓക്കെ, ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജിന്റെ കാര്യം പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതപ്പോ നോക്കാം. മണി മാർക്കറ്റ് ഹെഡ്ജിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പോലെ ഇഫ് ഇൻഫ്ലേഷന്റെ ഒക്കെ കാര്യം വെച്ചിട്ടാണ് അല്ലെ. യെസ്, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നൂൺ കമ്പനി, എ കമ്പനി ബേസ്ഡ് ഇൻ സെൻട്രലാൻഡ് ഹൂസ് ഹോം കറൻസി ഈസ് ദ സെൻട്രലാൻഡ് കോളൻ. ഓക്കെ, സെൻട്രലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമുണ്ട്. അതാണ് എന്ത് നമ്മുടെ ബേസ് രാജ്യം അല്ലെ. നൂൺ കമ്പനി അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ കറൻസി ഏതാണ്? സെൻട്രലാൻഡ് കോളൻ, CC ആണ് അവിടുത്തെ കറൻസി. ഓക്കെ, ദേ ഹാസ് ബിൻ റെഗുലർലി ബൈങ് കമ്പോണൻസ് ഫ്രം സെല്ലിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു ബിസിനസ്സസ് ഇൻ ഫ്ലൈലാൻഡ്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? കമ്പോണൻസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതേപോലെ സെല്ലും ചെയ്യുന്നുണ്ട്. എവിടുന്ന? ഫ്ലൈലാൻഡിൽ നിന്നാണ്. ആൻഡ് കറൻസീസ് ഫ്ലൈലാൻഡ് ഫ്രാങ്ക് അല്ലെ. നല്ല സ്റ്റൈലൻ പേരുകൾ, ഫ്ലൈലാൻഡ് ഫ്രാങ്ക്, സെൻട്രലാൻഡ് കോളൻ. ഓക്കെ, ഇനി 1 പെർട്ടിക്കുലർ പേയ്മെന്റ് ഓഫ്, നമ്മുടെ ക്വസ്റ്റ്യനിലെ എമൗണ്ട് എത്ര? 1 പെർട്ടിക്കുലർ പേയ്മെന്റ് ഓഫ് 3 million അല്ലെ. 3 million അല്ലേ. യെസ്, 1 പെർട്ടിക്കുലർ പേയ്മെന്റ് ഓഫ് 3 million ഫ്ലൈലാൻഡ് ഫ്രാങ്ക് ഹാസ് ടു ബി മെയ്ഡ് ബൈ നൂൺ കമ്പനി ടു എ സപ്ലയർ ഇൻ ഫ്ലൈലാൻഡ് ഇൻ 3 months ടൈം. എന്താ പറയുന്നത്? നമ്മുടെ നൂൺ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഒരു 3 million പേയ്മെന്റ് ആഫ്റ്റർ 3 months പേ ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. അത് 3 million എന്താണ്? സെൻട്രൽ ആൻഡ് കോളൻ ആണോ? അല്ല, ഫ്ലൈലാൻഡ് ഫ്രാങ്ക്സ്, അതായത് ഫോറിൻ കറൻസിയിൽ വേണം നമ്മൾ പേയ്മെന്റ് നടത്താൻ. ഓക്കെ, താഴെ പറയുന്ന ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. സ്പോട്ട് റേറ്റ് തന്നിട്ടുണ്ട്. സ്പോട്ട് റേറ്റ് 2 സ്പോട്ട് റേറ്റ് ഫ്ലൈലാൻഡ് ഫ്രാങ്ക്സ് ടു സെൻട്രൽ ആൻഡ് കോളൻ. ഓക്കെ, ഡയറക്റ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. യെസ്, 3 month ഫോർവേഡ് റേറ്റ് എന്താണ്? 6.321. യെസ്, ഫ്ലൈ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇൻട്രസ്റ്റ് റേറ്റ്സും തന്നിട്ടുണ്ട്. ബോറോ ഡെപ്പോസിറ്റ്. ഓക്കെ, മണി മാർക്കറ്റ് ഹെഡ്ജിംഗ് ഇല്ലേ, ഇപ്പൊ യൂസ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോസ്റ്റ് ഇൻ സെൻട്രൽ ആൻഡ് കോളൻസ് ഓഫ് എ ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ്? ഒരു ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജിൽ എത്ര രൂപയായിരിക്കും, എന്തായിരിക്കും കോസ്റ്റ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ ചെയ്യുന്നത്? ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് കോൺട്രാക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ഫോർവേഡ് കോൺട്രാക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ ഏത് റേറ്റ് വേണം യൂസ് ചെയ്യാൻ? ഫോർവേഡ് റേറ്റ് ആണ് വേണം യൂസ് ചെയ്യാൻ അല്ലെ. ഫോർവേഡ് കോൺട്രാക്ട് അല്ലേ, ഈ റേറ്റ് വേണം യൂസ് ചെയ്യാൻ. നമുക്ക് ഇപ്പം ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആലോചിക്കേണ്ടത്? ഇവിടെ നമുക്ക് പേയ്മെന്റ് കിട്ടുവാണോ അതോ റിസീവ് ചെയ്യുകയാണോ? യെസ്, എന്താണ്? പേയ്മെന്റ് നമ്മൾ കൊടുക്കാനാണ്.
അല്ലെ? ഞാൻ എന്റെ ക്വസ്റ്റ്യൻ എന്തായാലും പേയ്മെന്റ് കിട്ടാനാണോ റിസീവ് ചെയ്യാനാണോ എന്ന് അല്ല, പേയ്മെന്റ് കൊടുക്കാനാണ്. അല്ലെ? പേയ്മെന്റ് നമ്മൾ കൊടുക്കാനാണുള്ളത്. ഹൗ മച്ച്? 3 million. ഓക്കെ, സോ ഞാനിവിടെ 3 million ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, പേയ്മെന്റ് കൊടുക്കാനുള്ളത്. 1 2 3. യെസ്. ഓക്കെ, 2 3 1 2 3. ഓക്കെ, 3 million ആണ് ഞാൻ കൊടുക്കാനുള്ളത്. യെസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഫോർവേഡ് റേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫോർവേഡ് കോൺട്രാക്ടിന്റെ കാര്യമല്ലേ ചോദിക്കുന്നത്? ഫോർവേഡ് റേറ്റ് വേണം യൂസ് ചെയ്യാൻ. ഇതിൽ ഏത് റേറ്റ് വേണം യൂസ് ചെയ്യാൻ? ഞാൻ അതിനു മുമ്പ് ആദ്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ എഴുതി വെക്കുക. ഏതാ ബേസ് കറൻസി? എന്റെ CC ആണ് എന്റെ ബേസ് കറൻസി. ഫ്ലൈലാൻഡ് ഫ്രാങ്ക് ആണ് എന്ത്, എന്റെ ഫ്രാങ്ക് അല്ലെ? FF. ഓക്കെ, FF ആണ് എന്ത്, എന്റെ ഫോറിൻ കറൻസി. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മുടെ ഇത് പേയ്മെന്റ് എങ്ങനെ നമ്മൾ ചെയ്യേണ്ട? 6.321 അതേപോലെ 6.362 ഇങ്ങനെ രണ്ട് ഫിഗേഴ്സ് ആണ് നമുക്കുള്ളത്. ഇതിൽ ഏതെടുക്കും? നമ്മൾ എങ്ങനെയാ ഈ പ്രോസസ് എങ്ങനെയാ ശരിക്കും ചെയ്യുന്നത്? നമ്മൾ ബാങ്കിന്റെ അടുത്ത് പോയിട്ട് ബാങ്ക് എന്താ ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കോഡ് പഠിക്കുന്നത്, അല്ലെ? ബാങ്ക് എപ്പോഴും എന്താ ചെയ്യുന്നത്? നമ്മൾ BSNL അല്ലെ, VHSL ബൈ ഹൈ സെൽ ലോ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ബാങ്ക് എപ്പോഴും എന്താ ചെയ്യുന്നത്? ഫോറിൻ കറൻസിയെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ ബാങ്ക് എന്തായിരിക്കും ചെയ്യുക? ബൈ ഹൈ സെൽ ലോ. അതാണ് ബാങ്ക് ചെയ്യുള്ളൂ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? ബൈ ഹൈ സെൽ ലോ. നമുക്ക് ആ തിയറി യൂസ് ചെയ്താൽ മതി ഇവിടെ. ഓക്കെ, ഇപ്പം എനിക്ക് എന്താ വേണ്ടേ? ഫോറിൻ കറൻസി എനിക്ക് ബൈ ചെയ്യണം. ദാറ്റ് മീൻസ് ബാങ്കിനെ സംബന്ധിച്ച് എന്താണ്, ഹൈ ആണോ ലോ ആണോ? ബാങ്കിനെ സംബന്ധിച്ച് ഇത് ബൈ ആണോ സെല്ലാണോ? അത് ആദ്യം പറ. ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് ഫോറിൻ കറൻസി എനിക്ക് സെല്ല് ചെയ്യാണ്. ഞാൻ ബൈ ചെയ്യല്ലേ, അല്ലെ? ഞാൻ ഫോറിൻ കറൻസി ബാങ്കിനോട് ചോദിക്കുകയാണ്. അപ്പൊ ബാങ്ക് എന്താണ്? ബാങ്ക് ഫോറിൻ കറൻസി സെല്ല് ചെയ്യാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ്? ബൈ ഹൈ സെൽ ലോ. ഓക്കെ, ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടുത്തെ ലോവസ്റ്റ് റേറ്റ് ഏതാണ്? 6.321 അല്ലേ? 6.321 അല്ലേ? അത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. 6.321. ഓക്കെ, ഒരു കറൻസിക്ക് 6.321 വെച്ചിട്ടായിരിക്കും ബാങ്ക് എനിക്ക് സെല് ചെയ്യാം. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ? ഇതിൽ ഏതാ വലിയ നമ്പർ ഏതാ? ഒരു ഷോർട്ട് കട്ടാണ്. വലിയ നമ്പർ ഏതാണ്? ഫ്രാങ്ക് ആണ്. ചെറിയ നമ്പർ ഇത്. അപ്പൊ ഫ്രാങ്കിന് CCയിലോട്ടാണ് എത്തിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. കാരണം ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്പേഴ്സ് ചെറുതാവുന്നത്. ഓക്കെ, ഇനി അതല്ല CC തന്നിട്ട് ഫ്രാങ്കിലോട്ട് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഫൈൻ, അങ്ങനെയും ആലോചിക്കാം. ഇതിപ്പോ എന്ത് ചെയ്താൽ മതി? ഈസ് ഈക്വൽ ടു 3 million divided by 6.321. ഓക്കെ, 4746008 വരും. യെസ്, നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ മണി മാർക്കറ്റ് ഹെഡ്ജ് ആണ്, അല്ലെ? ഇനി മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which of the following relationships attempt to explain the difference between forward and spot rate of exchange between two currencies and relative rates of interest in the countries of origin of the two currencies? ഓക്കെ, ഇങ്ങനെ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്ത് ചെയ്യുക? കട്ട് ചെയ്ത് വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്സ്. ഓക്കെ, താഴെ എക്സ്പെക്ടേഷൻ തിയറി, ഫിഷർ എഫക്ട്, ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി, പർച്ചേസ് പവർ പാരിറ്റി, ഇങ്ങനെ 4 തിയറീസ് പറയുന്നുണ്ട്. ഇതിൽ ഏത് തിയറിയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് സ്പോട്ട് റേറ്റ്? ഓക്കെ, ആ ഒരു ടേം തന്നെ മതി ശരിക്കും ആൻസർ ചെയ്യാൻ, അല്ലെ? സ്പോട്ട് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ടു കറൻസീസ്. ഓക്കെ, ഫോർവേഡും സ്പോട്ട് റേറ്റും തമ്മിലുള്ള വ്യത്യാസം ആൻഡ് ദ റിലേറ്റീവ് റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ കൺട്രീസ്. ഓക്കെ, ഏതായിരിക്കും? ഇതിൽ ഏത് തിയറിയാണ് അല്ലെങ്കിൽ ഏത് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫോർവേഡ് റേറ്റും സ്പോട്ട് റേറ്റും ഇൻട്രസ്റ്റ് റേറ്റും എല്ലാം കൂടി ഉള്ളത് ഏതിനാണ്? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിക്കാണ്, അല്ലെ? ഓർമ്മയില്ലേ? ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ആണ്. പർച്ചേസ് പവർ പാരിറ്റി എന്തിനാ? ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് കണ്ടുപിടിക്കാനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി ആണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന പോലെ ഫോർവേഡ് റേറ്റ് പറയുന്നത്, അല്ലെ? ഫോർവേഡ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പോട്ട് റേറ്റ് ഇൻറ്റു ഇൻട്രസ്റ്റിന്റെ ഒരു എഫക്റ്റ് ഒക്കെ വെച്ച് പറയുന്നത്. ഓർമ്മയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇതിപ്പം ഇൻഫ്ലേഷന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നെങ്കിലോ പർച്ചേസിംഗ് പവർ പാരിറ്റി പറയണമായിരുന്നു. ഇതിപ്പം ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യമായതുകൊണ്ട് എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി? ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിലും, അല്ലെ, നിങ്ങൾ ഒരു ലോജിക്കൽ അനാലിസിസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് തീരുമാനിക്കാം? ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ, അല്ലെ? ഫൈൻ, അങ്ങനെയും എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. പക്ഷെ ബെറ്റർ എന്താണ്, എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ എക്സാമിന് കയറണേ. Okay, and moving on to option C, what is the cost in central and columns of a money market hedge? Okay, money market hedge ചെയ്യുവാണെങ്കിൽ എത്രയായിരിക്കും കോസ്റ്റ് വരിക എന്നാണ് പറയുന്നത്. എത്രയായിരിക്കും കോസ്റ്റ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചെയ്തു നോക്കാം. യെസ്, മണി മാർക്കറ്റ് ഹെഡ്ജിങ് ആണ്, അല്ലെ?
അടിപൊളി. എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ടോപ്പിക്സ് ആണ് മണി മാർക്കറ്റ് ഹെഡ്ജിങ്. എങ്ങനെയാ ചെയ്യുന്നത് മണി മാർക്കറ്റ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്? ഞാൻ ആദ്യം എന്ത് ചെയ്യും? എന്റെ ബേസ് കറൻസി അതേപോലെ എന്റെ ഫോറിൻ കറൻസി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി വെക്കുകയാണ്. ഓക്കെ. ഇനി ഇവിടെ എന്താ ശരിക്കും ട്രാൻസാക്ഷൻ നടക്കുന്നത്? എനിക്ക് പേയ്മെന്റ് കിട്ടുവാണോ അതോ പേയ്മെന്റ് ഞാൻ കൊടുക്കുവാണോ? യെസ്, എന്താ പേയ്മെന്റ് ഞാൻ കൊടുക്കുവാണ് അല്ലെ? അപ്പം 3,000,000 300,000 യെസ്. എന്റെ ഇതെന്താ? ആഫ്റ്റർ 3 months ഐ ഹാവ് ടു പേ 1 2 യെസ്. ഓക്കെ യെസ്, 3,000,000 എന്താണ് പേയ്മെന്റ് കൊടുക്കണം. ഫൈൻ. അതാണ് എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ അതിനെ എങ്ങനെ മണി മാർക്കറ്റ് ഹെഡ്ജിങ് ചെയ്യുന്നത്? 3 മാസം കഴിഞ്ഞ് ഞാൻ ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഞാൻ ഒരു പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അത് 3 മാസത്തിന് മുമ്പേ, അതായത് ഇന്ന് ഞാൻ പോയിട്ട് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യും. ഫോറിൻ കൺട്രിയിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. ഫോറിൻ കൺട്രിയിൽ പോയി ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കോ? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്റെ നാട്ടിൽ എന്റെ ബേസ് കറൻസിയിൽ ഞാൻ എന്ത് ചെയ്യും? ലോൺ എടുക്കും. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? ഫോറിൻ കറൻസിയിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് അവിടെ ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് എല്ലാം കൂടി ചേർന്ന് 3 മാസം കഴിയുമ്പോൾ ഒരു 3,000,000 ആവും. അതായിരിക്കും ഞാൻ നേരെ എന്ത് ചെയ്യുക? എന്റെ സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കുക. ഫൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എത്ര ലോൺ ആണെന്നാണുള്ളത് കണ്ടുപിടിക്കണം. ഓഫ് കോഴ്സ് ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണ്? പക്ഷെ ഞാൻ എന്താണ് 3 മാസം കഴിയുമ്പോൾ 3,000,000 എമൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എത്ര രൂപ ഫോറിനിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം? അതാണ് ഞാൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. ഫൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ. ഫോറിനിൽ എത്ര? ഇതെങ്ങനെയാ കൺവേർട്ട് ചെയ്യുന്നത്? പ്രസന്റ് വാല്യൂവിന്റെ ആ ഫോർമുലയാണ്. പ്രസന്റ് വാല്യൂവിന്റെ ആ ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം ഇവിടെ ഡിപ്പോസിറ്റ് റേറ്റ് അല്ല യൂസ് ചെയ്യേണ്ടത്. ഫോറിനിൽ കൊണ്ടുപോയി ഞാൻ എന്താ ചെയ്യുന്നത്? ഡിപ്പോസിറ്റ് റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഡിപ്പോസിറ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 13.5% ആണ്. ഓക്കെ. ഈസ് ഈക്വൽ ടു 13.5% ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? അതിനെ 3 മാസത്തേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യണം. 3 മാസത്തെ പെർസെൻറ്റേജ് കാണുകയാണ്. ഓക്കെ. ഈസ് ഈക്വൽ ടു 3.375. ഓക്കെ. എനിക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചൂടെ? എന്റെ കയ്യിൽ റേറ്റ് ഉണ്ട്, എന്റെ കയ്യിൽ ഫ്യൂച്ചർ വാല്യൂ ഉണ്ട്. എനിക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിച്ചൂടെ? എന്താ പ്രസന്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r ഹോൾ റൈസ് ടു n. ഫൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. ഞാൻ എന്ത് എഴുതി വെക്കാണ്? ഈസ് ഈക്വൽ ടു ദിസ് എമൗണ്ട് ഡിവൈഡഡ് ബൈ 1+0.3375. ഓക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാണ്? ഡിസ്കൗണ്ട് ചെയ്യാണ്. ഫ്യൂച്ചർ വാല്യൂവിനെ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസന്റ് വാല്യൂലോട്ട് എത്തിക്കുകയാണ്. എനിക്ക് എന്ത് മനസ്സിലായി? ഇത്രയും എമൗണ്ട് ആണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? അവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഫൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇതായിരിക്കും എന്ത് ചെയ്യുക? 3 മാസം കഴിയുമ്പോൾ 3,000,000 എന്ന് പറയുന്ന ഒരു ഫിഗറിലോട്ട് എത്തുക. ഫൈൻ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഈ പറഞ്ഞ സംഭവത്തിനെ ഞാൻ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ചെയ്ത് ബേസ് കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. എങ്ങനെ ബേസ് കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ബേസ് കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തിനാ? എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ത്? ഞാൻ എത്ര എമൗണ്ട് ലോൺ എടുക്കണം എന്നുള്ളത് എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഫൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ബേസ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇപ്പൊ ബേസ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ബാങ്ക് അവിടെ എന്താ ചെയ്യുന്നത്? ബാങ്കിനെ പറ്റി ചിന്തിക്കണം. ബാങ്ക് അവിടെ എന്താ ചെയ്യുന്നത്? എന്റെ രാജ്യത്തെ ബാങ്ക് എന്തായിരിക്കും ചെയ്യുക? ബാങ്ക് എന്താ ചെയ്യുന്നത്? എനിക്ക് ഫോറിൻ കറൻസി സെല് ചെയ്യാണോ ബൈ ചെയ്യാണോ? സെല് ചെയ്യാണോ ബൈ ചെയ്യാണോ? ബാങ്ക് എന്താ ചെയ്യുന്നത്? യെസ്, ബാങ്ക് എന്താ ചെയ്യുന്നത്? ബാങ്ക് ഫോറിൻ കറൻസി എനിക്ക് സെല്ല് ചെയ്യാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കോഡ് ഉണ്ട്, BHSL, ബൈ ഹൈ സെൽ ലോ. ഓക്കെ. ബാങ്ക് എന്താ ചെയ്യുന്നത്? ബാങ്ക് എനിക്ക് ഫോറിൻ കറൻസി സെല് ചെയ്യാണ്. അവർ ലോവർ റേറ്റ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക, വിച്ച് ഈസ് 6.17 ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ. ഓക്കെ. ഫൈൻ. ഇത് ദിസ് തിങ് ഡിവൈഡ് ആണോ ഇൻറ്റു ആണോ? എന്തായിരിക്കും? നമ്മുടെ ബേസ് കറൻസിക്കാണ് വാല്യൂ കൂടുതൽ. അതുകൊണ്ട് ബേസ് കറൻസി വിൽ ബി സ്മോളർ എമൗണ്ട് അല്ലെ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഐ വിൽ ബി ഡിവൈഡിങ് ഇറ്റ് വിത്ത് 6.170. ഓക്കെ. സോ എനിക്ക് എന്ത് മനസ്സിലായി? ഇത്രയും എമൗണ്ട് വേണം എന്ത് ചെയ്യാൻ? ഞാൻ ലോൺ എടുക്കാൻ എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, തേർഡ് സ്റ്റെപ്പ് എന്താ? ഞാൻ ഇതിനെ 3 മാസം കഴിയുമ്പോൾ എത്ര എമൗണ്ട് ആയിട്ടായിരിക്കും ഞാൻ ഇതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ. ഫൈൻ. പ്രശ്നമൊന്നുമില്ലല്ലോ. സോ ഞാൻ എന്ത് കണ്ടുപിടിക്കും? എനിക്ക് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ? ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാൻ എന്റെ മുമ്പിലുള്ള റേറ്റ് ഏതാണ്? നമ്മുടെ ബേസ് കൺട്രി ഏതാണ്? സെൻട്രൽ ലാൻഡ് ആണ് അല്ലെ? സെൻട്രൽ ലാൻഡിലെ ബോറോയിങ് റേറ്റ് വേണം ഞാൻ യൂസ് ചെയ്യാൻ. ഓക്കെ. ഞാൻ യൂസ് ചെയ്യേണ്ട ബോറോയിങ് റേറ്റ് എത്രയാണ്? ഈസ് ഇക്വൽ ടു 8.1 ആണ്. പക്ഷെ 8.1 എന്താണ്? ഒരു വർഷത്തേക്കുള്ള കാര്യമാണ്. ഓക്കെ. എനിക്ക് എന്താ അറിയണ്ടേ? ഒരു ക്വാർട്ടറിലോട്ടുള്ളത് അല്ലെ? 3 മാസത്തേക്കുള്ളത് എത്രയാണെന്ന് അറിയണം. ഓക്കെ. എത്ര യൂസ് ചെയ്യണം? 2.025. ഇത് കണ്ടുപിടിച്ചാൽ എനിക്ക് കണ്ടുപിടിച്ചൂടെ എന്റെ ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഇൻറ്റു
1 plus 0.02025. ഓക്കെ, ഇത്രയും എമൗണ്ട് വേണം വരാൻ അല്ലെ. സോ 479,873.9 വരും ആൻസർ. ഓക്കെ, ഇതായിരിക്കും എന്ത് ഞാൻ പേയ്മെന്റ് നടത്തേണ്ട എമൗണ്ട്. ഫൈൻ. അപ്പൊ മണി മാർക്കറ്റ് ഹെഡ്ജിങ് ബേസിക്കലി എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, അത് കഴിഞ്ഞ് താഴോട്ട് വരുന്നു, അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലോട്ട് വരുന്നു. സോ ദിസ് വിൽ ബി ദ ഫൈനൽ എമൗണ്ട്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? ഫോറിൻ കറൻസിയിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഫോറിൻ കറൻസിയിൽ എത്ര എമൗണ്ട് ആണോ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടത്, ആ പേയ്മെന്റിന്റെ പ്രസന്റ് വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. ആ ഫിഗർ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇന്ന് നമ്മൾ ഇവിടെ ലോൺ എടുക്കുന്നു ആൻഡ് ഇവിടുത്തെ ലോൺ എമൗണ്ട് കൂടി ഒരു പർട്ടിക്കുലർ ഫിഗറിലെത്തും. ആ ഫിഗർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നടത്തേണ്ട പേയ്മെന്റ്. ഓക്കെ, നമ്മൾ ആൻസേഴ്സ് നോക്കാം. യെസ് എത്രയാണ് ആൻസർ? 479,874 അല്ലെ? 479,874. യെസ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്. ഓക്കെ, ഇത് കാൽക്കുലേഷൻ ഒന്നും ഇല്ലല്ലോ അല്ലെ. എമൗണ്ട്സ് ആൻഡ് പീരിയഡ്സ് ആർ സ്റ്റാൻഡേർഡൈസ്ഡ്. എമൗണ്ട്സും പീരിയഡ്സും സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. യെസ്, ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിൽ എന്താണ്? എമൗണ്ട്സും ഇതിലൊക്കെ എന്താണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. എമൗണ്ട്സും പീരിയഡ്സും എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ഫോർവേഡ്സിലാണെങ്കിൽ അവിടെ ഒരു കസ്റ്റമൈസേഷനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഫ്യൂച്ചേഴ്സിൽ അതുണ്ടോ? ഇല്ല, അത് മാർക്കറ്റ് ട്രേഡഡ് ആണ് അല്ലെ. ദേ ആർ ലീഗലി ബൈൻഡിങ് കോൺട്രാക്ട്സ്. ഓഫ് കോഴ്സ് യെസ്, അതും എന്താണ്? ട്രൂ തന്നെയാണ്. നെക്സ്റ്റ് വൺ ഇസ് ദേ ക്യാൻ ബി ബോട്ട് ആൻഡ് സോൾഡ് ഓൺ എ സെക്കൻഡറി മാർക്കറ്റ്. പറഞ്ഞ കാര്യം അല്ലെ. സെക്കൻഡറി മാർക്കറ്റിൽ അത് നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം, സെൽ ചെയ്യാം. Okay, of course, yes. And moving on to the last one, they can be used both to hedge risk and to speculate on interest rate movements. ഓക്കെ, ഇത് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ചെയ്യാൻ വേണ്ടി നടത്താനാണ് പറ്റുന്നത്. ഓക്കെ, ഫ്യൂച്ചേഴ്സ് നമ്മൾ ട്രേഡ് ചെയ്യാറില്ലേ? സ്പെക്കുലേഷനും ഉണ്ട് അവിടെ, റിസ്ക് ഹെഡ്ജിങ്ങും ഉണ്ട്, സ്പെക്കുലേഷനും ഉണ്ട്. രണ്ട് സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. യെസ്, ഓഫ് കോഴ്സ് യെസ്, കുഴപ്പമൊന്നുമില്ലല്ലോ. അതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സിന്റെ 4 ഓപ്ഷനും എന്താണ്? ട്രൂ ആണ്. Okay. Then moving on to the last question. If inflation is currently running at 3.8% per year in Centerland, what is the implied inflation rate in Flyland? Okay. അതായത് സെന്റർലാൻഡിലെ ഇൻഫ്ലേഷൻ എത്രയാണ്? 3.8% ആണ്. 8% ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഇംപ്ലൈഡ് ഇൻഫ്ലേഷൻ റേറ്റ്? ഇൻഫ്ലേഷൻ റേറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലെ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയുണ്ട്? സ്പോട്ട് റേറ്റ് ഉണ്ട്, ഫോർവേഡ് റേറ്റ് ഉണ്ട്. ഇൻഫ്ലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏത് തിയറിയാണ്? നമ്മുടെ പർച്ചേസ് പവർ പാരിറ്റി തിയറിയുടെ ഫോർമുല ആണ്. ഓർമ്മയുണ്ടോ പർച്ചേസ് പവർ പാരിറ്റി തിയറിയുടെ ഫോർമുല? എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് ഈസ് ഇക്വൽ ടു സ്പോട്ട് റേറ്റ് ഇൻറ്റു 1 പ്ലസ് ഇൻഫ്ലേഷൻ ഓഫ് ഫോറിൻ കറൻസി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇൻഫ്ലേഷൻ ഓഫ് ബേസ് കറൻസി. അതാണ് സംഭവം അല്ലെ? ഓർമ്മയില്ലേ? ആ ഫോർമുലയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് പക്ഷേ ഫോർവേഡ് റേറ്റ് തന്നിട്ടില്ലല്ലോ. സോറി, ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ എക്സ്പെക്ടേഷൻ തിയറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെക്ടേഷൻ തിയറി പ്രകാരം എന്താണ്? 3 മന്ത് ഫോർവേഡ് റേറ്റ് തന്നെയായിരിക്കും എന്റെ ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്റെ ഫോർമുല എഴുതി വെക്കുകയാണ്. ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് ഈസ് ഈക്വൽ ടു, ഓക്കെ, എന്താണ് ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത്? ഞാൻ വേർഡ് എടുക്കട്ടെ, 1 സെക്കൻഡ് പ്ലീസ്. Future spot rate is equal to current spot rate into 1 plus inflation of base currency ആണോ? അല്ല, inflation of foreign currency divided by inflation of base currency അല്ലെ. 1 plus inflation of base currency. ഫൈൻ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, അതായത് ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് ഈസ് ഇക്വൽ ടു കറന്റ് സ്പോട്ട് റേറ്റ് ഇൻറ്റു 1 പ്ലസ് HF ഡിവൈഡഡ് ബൈ 1 പ്ലസ് HB. ഇത് എങ്ങനെ ഇനി കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ എക്സ്പെക്ടേഷൻ തിയറി യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പെക്ടേഷൻ തിയറി പറയുന്നത് എന്താ? നമ്മുടെ 3 മന്ത് ഫ്യൂച്ചർ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3 മന്ത് ഫോർവേഡ് റേറ്റും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ എഴുതി വെക്കുകയാണ്. സോ ഞാൻ ഇവിടുത്തെ വാല്യൂ നോക്കിയിട്ട് എഴുതി വെക്കുകയാണ്. 6.321 അല്ലെ. യെസ്, 6.321 ഈസ് ഈക്വൽ ടു കറന്റ് സ്പോട്ട് റേറ്റ് എത്രയാ? 6.170 അല്ലെ. ഓക്കെ, 6.170 into
1 പ്ലസ് എച്ച് എഫ്. ഏതാ 1 പ്ലസ് എച്ച് എഫ് എന്ന് എനിക്കറിയോ? എനിക്കറിയത്തില്ല അല്ലെ. 1 പ്ലസ് എച്ച് എഫ് ഇൻഫ്ലേഷൻ ഓഫ് ഫോറിൻ കറൻസി എനിക്കറിയൂല. ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബി. 1 പ്ലസ് എച്ച് ബി. എച്ച് ബി എത്രയാ? ഇൻഫ്ലേഷൻ ഓഫ് ഇത് എത്രയാ? ഇൻഫ്ലേഷൻ ഓഫ് ബേസ് കറൻസി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. എവിടെയാണ് തന്നിട്ടുണ്ടായിരിക്കും? യെസ്, 3.8% ആണ് പറയുന്നുണ്ട്. ഓക്കെ, ഈ 3.8% എനിക്ക് ഡയറക്റ്റ് ഇടാൻ പറ്റുമോ? ഇല്ല. ഞാൻ എന്ത് ചെയ്യണം? ഇത് ഒരു വർഷത്തെ കാര്യമല്ലേ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 മാസത്തെ കാര്യമാണ് അല്ലെ. ഇതൊരു വർഷത്തെ കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യണം? 3.8 ഡിവൈഡഡ് ബൈ 4 ഈസ് ഇക്വൽ ടു 0.95 കിട്ടും. ഓക്കെ, 0.95% ആണ് ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ, 0.0095. ഫൈൻ, പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ വരും. ഈ ഫോർമുല എനിക്ക് റീവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എങ്ങനെ വരും? 6.321. ഓക്കെ, 6.321 ഇൻറ്റു താഴെ അവിടെ ഡിനോമിനേറ്റർ ആയിട്ട് കിടക്കുന്ന സാധനം ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? ഇൻറ്റു വരും. ഇൻറ്റു 6.321 ഇൻറ്റു 1.0095 ഈസ് ഇക്വൽ ടു 6.381 കിട്ടും. ഓക്കെ, ഈസ് ഇക്വൽ ടു 6.381. ഞാൻ ഇത് തന്നെ കോപ്പി ചെയ്യാണ്. ഇത് ഫോർ ദ സേക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എക്സാമിന് എഴുതുമ്പോൾ, നിങ്ങൾ പേപ്പറിൽ എഴുതുമ്പോൾ ഇത്രയും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ഈസ് ഇക്വൽ ടു 6.3810 ആണ്. 6.3810 ഈസ് ഇക്വൽ ടു ഇങ്ങനെ വരും ആൻസർ. ഫൈൻ, ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഇനിയിപ്പം ഈ 6.10 ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഡിവിഷൻ ആയിരിക്കും. യെസ് അല്ലെ, അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഈസ് ഇക്വൽ ടു 6.381 ഡിവൈഡഡ് ബൈ 6.170 എത്ര വരും? 1.03420. ഓക്കെ, 1.0033420. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഈസി അല്ലേ. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് 1 കുറച്ചാൽ മതി. എന്റെ ആൻസർ എത്രയായിരിക്കും? അതായത് 1.03420 എന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇൻഫ്ലേഷൻ റേറ്റ് കിട്ടും അല്ലെ. വിച്ച് മീൻസ് 0.0342 ആയിരിക്കും എന്ത്? എന്റെ ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെ. ഈസ് ഈക്വൽ ടു 3.42% ആയിരിക്കും. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതിലെ 3.42% എന്ന് പറയുന്നത് 3 മാസത്തേക്കല്ലേ. ഓക്കെ, നമ്മളോട് ഇവരെന്താ ചോദിക്കുന്നത്? ഇംപ്ലൈഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ഫ്ലൈലാൻഡ് ആണ്. അത് പെർ ഇയറിൽ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. കാരണം എന്താണ്? ഇവിടെ 3.8% പെർ ഇയർ ഇൻ സെൻട്രലാൻഡിലെ കാര്യം നമ്മളോട് എങ്ങനെയാണ്? പെർ ഇയർ കണക്കിനാണ് പറയുന്നത്. അപ്പൊ 3.42 ഇൻറ്റു 4 ചെയ്യുക, യു വിൽ ഗെറ്റ് 13.68. ഓക്കെ, ഈസ് ഈക്വൽ ടു 13.68%. ഓക്കെ, ദിസ് വിൽ ബി യുവർ ആൻസർ. കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ടു ദ നിയറസ്റ്റ് 1% എന്ന ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് therefore ഈസ് ഈക്വൽ ടു 14%. ഫൈൻ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇത്രയും ഉള്ളൂ എന്ത് എഫ് എമ്മിലെ ഒരു റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസിയാണ്. സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ വിട്ടുപോകാതെ, ഈ പറയുന്ന പോലെ ഇയേഴ്സിലോട്ടും മന്ത്സിലോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യുന്നത് വിട്ടുപോകാതെ ഇരുന്നാൽ എന്ത് ചെയ്യും? റിസ്ക് മാനേജ്മെന്റ് അത്രേ ഉള്ളൂ അല്ലെ. കൃത്യമായിട്ടുള്ള സ്പോട്ട് റേറ്റ് ഉപയോഗിക്കുക, കൃത്യമായിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനിയിപ്പം ബാക്കി ബിസിനസ് വാല്യുവേഷനിലോട്ട് വരുമ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ നേരെ റിവേഴ്സ് ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. നേരെ 2 പെർസ്പെക്ടീവ്സ് ആണ് പറയുന്നത്. ഇപ്പൊ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എന്ത് പഠിച്ചു? നേരെ ഓപ്പോസിറ്റ് സാധനങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സിന്റെ എഫക്റ്റ് ഒക്കെ നമ്മൾ ആവശ്യമില്ലാതെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആവശ്യമില്ലാതെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. പിന്നെ കുറെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം അല്ലെ, പ്രിഫറൻസ് ഡിവിഡന്റിന്റെ ഒക്കെ കാര്യം നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് പ്രിഫറൻസ് ഡിവിഡന്റിന് ഒരു ഫ്ലോട്ടിംഗ് റേറ്റ് വരുന്ന കേസൊക്കെ നമ്മൾ അതൊന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണ്? ടൈം മാനേജ്മെന്റ് ആണ്. എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം എന്താണ്? ടൈം മാനേജ്മെന്റ് ആണ്. ഒരിക്കലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ലോക്കായി പോകരുത്. ഓക്കെ, എന്ത് ചെയ്യാം? സ്കിപ്പ്. ഓക്കെ, നമുക്ക് അറിയത്തില്ല, ഒരു 1 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, നമുക്കത് പിന്നെ നോക്കാം. ഫ്ലാഗ് ചെയ്യുക, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സംഭവം ബിൽഡ് ചെയ്യണം. ഓക്കെ, അത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് കാര്യങ്ങളെല്ലാം അറിയായിരിക്കും, പക്ഷെ അൺലെസ് യു ഡു ദ ക്വസ്റ്റ്യൻസ് ഇത് പരീക്ഷ പാസ്സാവാനുള്ള ഒരു പ്രോബിലിറ്റി ഭയങ്കര ആയിട്ട് ലിമിറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പം കാരണം ഇതൊരു ടൈം ബൗണ്ട് ആയിട്ടുള്ള എക്സാം ആണ്. നമുക്ക് എന്ത് വേണം? പെട്ടെന്ന് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റണം. കണ്ട് ശീലിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് പാസ് പേപ്പേഴ്സ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഫൈൻ.
കുഴപ്പമില്ലല്ലോ. അപ്പം അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഒരു രീതിയിലും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ച് പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കേണ്ട റേറ്റ്സ് ബാക്കി കാര്യങ്ങളിലൊക്കെയുള്ള ഫോക്കസ് പോകും പേടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ധൈര്യത്തോടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മുന്നോട്ട് പോവുക.